ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഒരു അമൂല്യ കൃതിയെ അതിൻ്റെ ഓരോ ലൈനുകളിലൂടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാണ്. തിരുക്കുറൾ എന്ന് പറയുന്ന തമിഴിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വേദഗ്രന്ഥത്തെ അതിൻ്റെ ഈരടികളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ കുരളുകളിലൂടെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയുകയാണ്. 1330 കുരളുകൾ 1833 അധ്യായങ്ങളിലായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ അഡ്വാൻസായി 35ാമത്തെ അധ്യായത്തിലേക്ക് നീങ്ങുകയാണ്. ദൈവസ്തുതി, ആകാശമഹിമ, സന്യാസം, ധർമ്മം, ഗൃഹസ്ഥം, ജീവിതസഖി, സന്താനങ്ങൾ, ദയ, ആതിഥ്യം, മധുരവാണി, നന്ദി, നീതി, അടക്കം, സൽസ്വഭാവം, വ്യഭിചാരം, ക്ഷമ, അസൂയ, അത്യാഗ്രഹം, പരദൂഷണം, വായാടിത്തം, ഉപകാരബോധം, പാപകർമ്മ ഭയം, ദാനം, കീർത്തി, കാരുണ്യം, മാംസവർജനം, അനാചാരം, കളവ് ചെയ്യായിക, സത്യസന്ധത, ക്രോധമില്ലായ്മ, ദ്രോഹമില്ലായ്മ, അസ്ഥിരത എന്നിങ്ങനെ വന്നു നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ അസ്ഥിരത, ത്യജിക്കൽ, ത്യാഗം എന്ന് പറയുന്ന തുറവ് എന്ന് പറയുന്ന ആ ഭാഗവുമായിട്ട് കൂടുതൽ പഠിക്കാനും മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ ശ്രമിക്കുകയാണ്. ഇന്ന് തിരുക്കുറളിൻ്റെ 35ാമത്തെ അധികാരം, തുറവ്, ത്യജിക്കൽ, ത്യാഗം, റെനുൻസിയേഷൻ, ധർമ്മമാർഗത്തിൻ്റെ സന്യാസാശ്രമത്തിൻ്റെ ജ്ഞാന അധികാരത്തിലെ 35ാമത്തെ അധ്യായം. സോ നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെ കൂടുതൽ അറിവിൻ്റെ തലത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പം അതിന് നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന മോഹൻദാസ് സാറിന് എല്ലാ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും. മോഹൻദാസ് സാർ, യുവർ വെൽക്കം. ഏവർക്കും സന്ധ്യാവന്ദനം. തിരുക്കുറൾ 35ാം അധ്യായമാണ് തുറവ്. തുറന്ന് പറഞ്ഞാൽ തുറന്നു പോവുക, അല്ല വേണ്ടാന്ന് വെക്കുക, ത്യജിക്കുക, ഇതെല്ലാം ആ മീനിങ്ങിൽ വരുന്നുണ്ട്. ത്യാഗം, ഇതെല്ലാം അത് ഒരു വാക്ക് ഒന്നിനെ വീണ്ടും വീണ്ടും രണ്ട് വാക്കുകൊണ്ട് ആവർത്തിച്ച് പറയുമ്പോൾ അതിന്റെ പ്രസക്തി, അതിന്റെ എന്തുമാത്രം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ് കവി ഉദ്ദേശിക്കുന്നത്. യാതനിൻ നീങ്ങിയാൻ നോതൽ അതനിൻ ഇല്ല. ആകെ 1, 2, 3, 4 വാക്കേ ഉള്ളൂ. ആ 4 വാക്കുകൊണ്ടാണ് ഒരു എന്താ പറയുക, ഒരു ആശയം വ്യക്തമാക്കുന്നത്. യാതനിൻ അതേപോലെ അതിന്റെ അടുത്ത വരിയില്ല അതനിൻ. ഇനിയുള്ള ആകെ 3 വാക്കുകൾ: നീങ്ങിയാൻ, നോതൽ, ഇലൻ. ഇനി അതിന്റെ പദം നോക്കാം. യാതനിൻ എന്ന് പറഞ്ഞാൽ ഒരുവൻ യാതൊരു വസ്തുവിൽ നിന്ന് നീങ്ങിയാൻ ആസക്തി വെടിഞ്ഞ് അകന്നു നിൽക്കുന്നുവോ അതനിൻ ആ വസ്തുവിൽ നിന്ന് അവന് നോതൽ ദുഃഖാനുഭവങ്ങൾ ഇലൻ ഇല്ലാതാവുന്നു. ഒരുവൻ ഏതൊരു വസ്തുവിൽ നിന്ന് ആസക്തി വെടിഞ്ഞ് അകന്നു നിൽക്കുന്നുവോ ആ വസ്തുവിൽ നിന്ന് അവന് ദുഃഖാനുഭവങ്ങൾ ഇല്ലാതാവുന്നു. അതായത് പഞ്ചേന്ദ്രിയങ്ങളെ മത്സരിച്ച് മതിപ്പിക്കുന്ന ഏതേത് വസ്തുക്കളിൽ നിന്നും ആണോ ഒരുവന്റെ ആസക്തി അകന്നു മാറുന്നത്, അതാത് വസ്തുക്കളിൽ നിന്നുള്ള ദുരിതം അവന് അനുഭവിക്കേണ്ടതായി വരുന്നില്ല. സംഘം ദുഃഖത്തെയും നിസ്സംഗത്വവും സുഖത്തെയും പ്രദാനം ചെയ്യുന്നു എന്ന് കവി വളരെ ലഘുവായിട്ട് 5 വാക്കുകൾ കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. യാതനിൻ നീങ്ങിയാൻ, നോതൽ അതനിൻ ഇല്ല. തിരുക്കുറൾ പാർട്ട് 1 ധർമ്മ ചാപ്റ്റർ 35 റിനൗൺസിയേഷൻ. തിരുക്കുറൾ ഭാഗം 1 ധർമ്മ പ്രകരണം, സന്യാസാശ്രമം, ജ്ഞാനം അധികാരം 35. തുറവു അഥവാ ത്യജിക്കൽ അല്ലെങ്കിൽ ത്യാഗം
എന്നൊക്കെ നമുക്ക് പറയാം. വേദനയിൽ നിന്നെല്ലാം മുക്തി പ്രാപിക്കണം എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ ത്യജിക്കുന്ന മനോഭാവം ഉണ്ടാകണം. ഒരാൾ ബോധപൂർവം എന്ത് ത്യജിച്ചാലും അത് ഒരുവനിലും വേദന ഉണ്ടാക്കാൻ പോരുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത ഉള്ളപ്പോഴാണ് ത്യജിക്കേണ്ടത്. അല്ലാതെ ഒരു സാധ്യതയില്ല, ഭക്ഷണത്തിന് മാർഗമില്ല, എന്നാൽ ഉപവസിച്ചേക്കാം എന്ന് വയ്ക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആ അവസരത്തിൽ മാത്രമേ ത്യജിക്കുന്നതിന്റെ സുഖങ്ങൾ വളരെ വലുതായി അനുഭവപ്പെടും. ഒരാൾ ആഗ്രഹിക്കുന്നതെല്ലാം ത്യജിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ മറികടക്കണം. അതായത് ഭക്ഷണത്തിന്റെ മുമ്പിൽ നിരാഹാരം ഇരിക്കുക. ഒന്നും ഇല്ലാത്തതാണ് അഥവാ ആഗ്രഹിക്കാത്തതാണ് തപസ്സിന്റെ സാരാംശം. ഏതെങ്കിലും സ്വത്ത് ഒരാളെ ആ സംഭവത്തിൽ നിന്ന് അകറ്റുന്നു. പുനർജന്മത്തിൽ നിന്ന് മോചനം തേടുന്ന സന്യാസിമാർക്ക് സ്വന്തം മാംസം പോലും ഒരു അധിക ഭാഗമാണ്. ഖുറൽ 341. യാതനിൽ നീങ്ങിയാൽ നോതൽ, അതനിൽ ഇലൻ. ഏതിൽ നിന്ന് ആസക്തി നിങ്ങൾ ലാതി. ഏത് വസ്തുവിനോടാണോ അതിമോഹവും അത്യാഗ്രഹവും അതിൽ നിന്ന് ആഗ്രഹത്തെ പരമാവധി ത്യജിക്കുന്നെങ്കിൽ അവയിൽ ദുഃഖം ഉണ്ടാകുന്നില്ല. ഒരു വസ്തുവിനോടുള്ള മനോബന്ധം മുറിച്ചിടിൽ, അതിനാൽ നേരിട്ട താപമൊഴിഞ്ഞു തുറവായിടും. ഓവർ. യാതനിൻ നീങ്കയാൽ നോദൻ, അതനിൻ ഇലൻ. On which object desire is renounced, grief from those do not arise. This statement suggests that letting go of attachment and desire for specific things leads to freedom from sorrow related to them. It aligns with many philosophical and spiritual teachings about detachment and inner peace. This statement echoes teachings found in various spiritual and philosophical traditions, particularly in Hinduism, Buddhism, and Stoicism. And it suggests that suffering arises from attachment and desire. When one renounces desire for a particular object or outcome, the potential for grief associated with its loss or absence disappears. It has some deeper meaning and interpretations. Freedom from suffering, mindfulness and detachment. And we can definitely apply this in our daily life. യാതനിൻ നീങ്കിയാൽ നോദൽ, അതനിൻ ഇലൻ. Okay, sir. മുന്നൂറ്റി 42.
வேண்டின் உண்டாக துறக்க துறந்தபின் ஈண்டு இயல்பால പല. രണ്ടാമത്തെ വരിയിലെ വേണ്ടിൻ ഉണ്ടാക തുറക്ക തുറന്നവൻ ഈണ്ട്, തുറന്നവൻ ഈണ്ട് എല്ലാ വസ്തുക്കളെയും ത്യജിച്ചതിനു ശേഷം ഈണ്ട് ഈ ജന്മത്തിൽ തന്നെ പ്രകൃതിയാ വന്നനുഭവിക്കുന്ന ഈയൊരുപാൽ സ്വാഭാവികമായ സുഖങ്ങൾ പല അനേകമുണ്ട്. അത്തരം സുഖത്തെ ആഗ്രഹിക്കുന്ന പക്ഷം, അതാണ് വേണ്ടിൻ, ആദ്യത്തെ വാക്കിന് വേണ്ടിൻ ഉണ്ടാക. അത്തരം സുഖത്തെ ആഗ്രഹിക്കുന്ന പക്ഷം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കാലത്തിന് മുമ്പിൽ ഉണ്ടായിരിക്കെ തന്നെ തുറക്ക ഭൗതിക സുഖഭോഗ വസ്തുക്കളെ ത്യജിക്കുക. എല്ലാ വസ്തുക്കളെയും ത്യജിച്ചതിന് ശേഷം ഒരുവന് ഈ ജന്മത്തിൽ തന്നെ പ്രകൃതിയാ വന്ന് അനുഭവിക്കുന്ന സ്വാഭാവികമായ സുഖങ്ങൾ അനേകമുണ്ട്. അത്തരം സുഖത്തെ ആഗ്രഹിക്കുന്ന പക്ഷം കാലത്തിന് മുമ്പിൽ ഉണ്ടായിരിക്കെ തന്നെ ഭൗതിക സുഖഭോഗ വസ്തുക്കളെ ത്യജിക്കുക. ശാശ്വതമായ മോക്ഷസുഖം വേണമെന്ന് വരികിൽ നശ്വരമായ ഭൗതിക സുഖഭോഗ വസ്തുക്കളെല്ലാം കാലാകാലം ഉപേക്ഷിക്കുക. കയ്യിൽ ഇല്ലാത്ത ഒന്ന് വീണ്ടും ത്യജിക്കേണ്ട കാര്യമില്ലല്ലോ. ഉള്ളപ്പോൾ ആ അവസ്ഥയിൽ ഒരാൾക്ക് അതുകൊണ്ട് സുഖം അനുഭവിക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് ത്യജിക്കുക എന്നതാണ് മഹത്വം. അത് തന്നെയാണ് യഥാർത്ഥ വിരക്തി. തിരുക്കുറൾ ഭാഗം 1 ധർമ്മപ്രകരണം അധികാരം 35 തുറവു ത്യജിക്കൽ അഥവാ ത്യാഗം. കുറൾ 342 വേണ്ടത് നേടാൻ ത്യജിക്കുക അതിന്റെ പിൻപുണ്ടാകും സത്ഫലമേറെ. വേണ്ടത് നേടാൻ ത്യജിക്കുക അതിന്റെ പിൻപുണ്ടാകും സത്ഫലമേറെ. തമിഴ് ഒരു ഉദാത്ത ഭാഷയും ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഒന്നുമാണ്. ദ്രാവിഡ ഭാഷകളിലെ ഒരു പ്രധാന ഭാഷയുമാണ്. തമിഴ് പ്രദർശിപ്പിക്കുന്ന കുലീനത്വവും പഴയ തമിഴിന് അല്ലെങ്കിൽ ചെന്തമിഴ് കൊടുത്തിരിക്കുന്ന പ്രത്യേക പദവി മൂലവും അതിലെ പദസമ്പത്തും ശൈലികളും സാഹിത്യവും ഒക്കെ ആധുനിക തമിഴ് സാഹിത്യത്തിൽ സമൃദ്ധിയായി ഉപയോഗിക്കുന്നു. മനപ്പറ്റ ഒഴിവാകുമ്പോൾ ഇമ്പമുള്ളതിലുദിച്ചിടും ആശയെല്ലാം മൊഴിച്ചെന്നാലുണ്ടാം തോഷമനൽപ്പമാം. ഇത് മറ്റൊരു തർജ്ജമയാണ് ഈ കുറളിന്റെ. മനസ്സിന്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. അത് നേടാനായി മുൻപുണ്ടായിരുന്നത് എന്തെല്ലാമാണോ അതെല്ലാം ത്യജിക്കുക. അവ കഷ്ടപ്പെട്ട് നേടിയതാവാം. അതിൽ നിന്ന് നമുക്ക് മനഃശാന്തി, സന്തോഷം എന്നിവ ലഭിക്കുന്നില്ലെങ്കിൽ അവ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എന്നാൽ അവ ത്യജിക്കുന്നതിലൂടെ മനസ്സിന് സന്തോഷവും സമാധാനവും നാൾക്കുനാൾ ലഭിക്കുമെന്ന് ഈ കുറളിൽ പറയുന്നു. ത്യാഗം എന്ന് പറയുന്നത് എല്ലാവരിലും കാണുന്ന ഒരു സവിശേഷതയാണ്. എന്താണ് ത്യജിക്കുന്നത്? അവിടെയാണ് വ്യത്യാസം കാണാൻ കഴിയുന്നത്. ഒരു വിദ്യാർത്ഥി ഉയർന്ന മാർക്കോടുകൂടി പരീക്ഷ പാസ്സാകണമെന്ന് ആഗ്രഹിച്ച് അവന്റെ മറ്റു സുഖങ്ങൾ, ഉദാഹരണമായി സിനിമ കാണുന്നത്, റോഡിലൂടെ വെറുതെ നടക്കുന്നത്, കൂട്ടുകാരുമായി തമാശകൾ പറഞ്ഞ് സമയം ചെലവഴിക്കുന്നത്, മാതാപിതാ സഹോദരങ്ങളോടൊപ്പം ഇരിക്കുന്നത് എല്ലാം വേണ്ടെന്ന് വെക്കുകയാണ്. ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള വിദ്യാർത്ഥിയുടെ ത്യാഗ മനോഭാവമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ത്യാഗികൾ പിതാവും മാതാവുമല്ലേ? അവരെ പോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ എല്ലാ സുഖങ്ങളും ആഗ്രഹങ്ങളും മാറ്റി വെക്കുന്നവർ ആരുണ്ട്? ഏതു പരിതസ്ഥിതിയിലും ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ നിർബന്ധിതനാകുന്ന പിതാവ് തൻ്റെതായതെല്ലാം എന്തിന് വളരെ കൊതിച്ചു വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ മകളുടെ വിവാഹ ആവശ്യത്തിനായി സന്തോഷത്തോടെ വെച്ചു നീട്ടുന്ന അമ്മയോളം ത്യാഗ മനോഭാവം ആരിൽ കാണാൻ കഴിയും?
ഊണും ഉറക്കവും മക്കൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒപ്പമെത്താൻ മറ്റേത് ത്യാഗിക്കാവും? ത്യാഗം, ത്യജിക്കൽ എന്നീ വാക്കുകൾ ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം എത്തുന്ന രൂപം ശ്രീ യേശു ക്രിസ്തുവിൻ്റെതാണ്. തന്നെ ക്രൂശിലേറ്റുന്നവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്ന പാപം എന്താണെന്നവർ അറിയുന്നില്ല എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. രാജകീയ ജീവിതം, ചുറ്റിലും ആജ്ഞാനുവർത്തികൾ, പരിചാരകർ, പ്രിയപ്പെട്ട യശോദ, മകൻ എല്ലാവരെയും ഉപേക്ഷിച്ച് ലോകത്തിന്റെ ദുഃഖം, അതിനുള്ള കാരണം, എങ്ങനെ അതിൽ നിന്ന് മോചനം മറ്റുള്ളവർക്ക് വേണ്ടി നേടിക്കൊടുക്കാം എന്നുള്ള ചിന്തയിലൂടെ സ്വരാജ്യം, സ്വകുടുംബം എന്നിവ വിട്ടെറിഞ്ഞു പോയ ത്യാഗ മനോഭാവി ശ്രീബുദ്ധൻ. ലണ്ടനിൽ പോയി വക്കീൽ പരീക്ഷ പാസ്സായി സമൂഹത്തിന്റെ മുകൾ തട്ടിൽ തന്നെ ഭാര്യയോടും മക്കളോടുമൊത്ത് ജീവിതം നയിക്കേണ്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ ലോക പ്രശസ്തനായ ഗാന്ധിജിയിലേക്ക് നയിച്ചു. തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഭാരത ജനതയെ തന്റെ കുടുംബമായി കണ്ട് അവരുടെ സ്വാതന്ത്ര്യ പ്രാപ്തിക്കായി യത്നിച്ചു നേടിയ വിജയം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിരുന്നു. ഇവിടെയും ഒരു ത്യാഗിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഖുറാനിലെ ഒരു കാര്യം കൂടി ഞാനിവിടെ പറഞ്ഞോട്ടെ. ഖുറാനിൽ ത്യാഗത്തിനുള്ള ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അതിൽ അധ്യായം 4 നിസാ എന്ന് പറയുന്ന അധ്യായത്തിലെ ഒരു കോട്ടിംഗ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ന്യായമായ ത്യജിക്കൽ, ആത്മത്യാഗം എന്നിവ കൊണ്ട് സമരം ചെയ്യുന്ന വിശ്വാസികളും തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും ദൈവത്തിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരും തുല്യരായി കാണില്ല. തങ്ങളുടെ ധനം കൊണ്ട് ദേഹം കൊണ്ട് സമരം ചെയ്യുന്നവരെക്കാൾ അനിവാര്യമായ സമരത്തിൽ പങ്കെടുക്കുന്നവരെ, ലൗകികതയെ വെടിഞ്ഞ് മറ്റുള്ളവർക്ക് കൂടി പ്രവർത്തിക്കുന്നവരെ അള്ളാഹു പദവിയിൽ ഉയർത്തിയിരിക്കുന്നു. താങ്ക് യു. ഓവർ. ഓക്കെ. വേണ്ടിൻ ഉണ്ടാകത്തുറക്ക് തുറந்த പിൻ ഈണ്ടു ഇയർ പാല പാല. If peace of mind is needed, shun longing for wealth and prosperity. While you possess them, bliss gained through this is varied. This line interprets detachment while processing. The message suggests that one should not be overly attached to wealth and prosperity, even while having them. Why longing creates disturbances? When we constantly desire more, we become restless and dissatisfied, even if we already have abundance. Finding bliss in simplicity. In Christianity, similar teachings are in Matthew 6:19-21, as Jesus says on treasure in heaven. And similarly, in Bhagavad Gita, where Krishna advises being involved in the world by without attachments. So, വേണ്ടിൻ ഉണ്ടാകത്തുറക്ക തുറந்த പിൻ ഈണ്ടു ഇയർ പാല പാല. കുരൽ 343. அடல் வேண்டும் ஐந்தன் புலத்தை വിടൽ വേണ്ടും ഏന്റെ എല്ലാം ഉരങ്ക്. വളരെ നന്നായിട്ട് കവി പറയുന്നുണ്ട്. ആ പ്രാസവും ഒത്തുവരുന്നുണ്ട്. അടൽ വേണ്ടും ഐന്തൻ പുലത്തെ വിടൽ വേണ്ടും ഏന്റെ എല്ലാം ഒരുങ്ക്. മൂന്നായിട്ട് അത് പിരിക്കുകയാണ്. അത് ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് ഐന്തൻ. ഐന്തൻ പുലത്തെ അടൽ വേണ്ടും. രണ്ടാമത്തെ വാക്ക് ഐന്തൻ, അത് കഴിഞ്ഞിട്ട് പുലത്തെ, എന്നിട്ട് ആദ്യത്തെ വാക്ക് വരികയാണ് അടൽ വേണ്ടും. ഐന്തൻ പുലത്തെ അടൽ വേണ്ടും. മുക്തിപദത്തെ ലക്ഷ്യമാക്കുന്നവർ ഐന്തൻ കണ്ണ്, കാത്, നാവ്, ത്വക്ക്, നാസിക എന്ന് 5 ഇന്ദ്രിയങ്ങളെയും വശീകരിക്കുന്നതുമായ
പുലത്തെ ദർശനം, ശ്രവണം, രുചി, സ്പർശം, ഗന്ധം എന്നീ ആകർഷണങ്ങളെ, അപ്പൊ അതാണ് വളരെ ലഘുവായിട്ട് പറയുന്നത്. ഹൈന്ദൻ പുലത്തെ അടൽ വേണ്ടും, അടക്കുക തന്നെ വേണം. മാത്രമല്ല വേണ്ടിയവെല്ലാം, രണ്ടാമത്തെ വരയിലെ ആദ്യത്തെ വാക്ക് വേണ്ടിയവെല്ലാം, അത്തരം സുഖാനുഭവങ്ങൾക്കുള്ള ഉപാധികളെയെല്ലാം ഒരുമിച്ച് എന്നിട്ട് പറയുന്നുണ്ട് വിടൽ വേണ്ടും, വിടൽ ഉപേക്ഷിക്കുകയും വേണം. മുക്തിപഥത്തെ ലക്ഷ്യമാക്കുന്നത്. ഓക്കെ മാഡം ആരംഭിച്ചോളൂ. ഓക്കെ, സോറി കഴിഞ്ഞെന്ന് ഇല്ല വിചാരിച്ചു. കഴിഞ്ഞു, അത്രയുള്ളൂ. ഓക്കെ. കുറൽ 343. അടൽ വേണ്ടും ഐന്തൻ പുലത്തൈ വിടൽ വേണ്ടും വേണ്ടിയ എല്ലാം ഒരുങ്ങും. അടക്കേണ മഞ്ചിന്ദ്രിയങ്ങൾ അവയ്ക്കു രുചി അണയ്ക്കുന്നതൊക്കെ വെടിയണം. അടക്കേണ മഞ്ചിന്ദ്രിയങ്ങൾ അവയ്ക്ക് രുചി അണയ്ക്കുന്നതൊക്കെ വെടിയണം. ജീവിതത്തിലെ ഏറ്റവും വലിയ കലയാണ് ത്യാഗം. ത്യാഗത്തിലൂടെ മാത്രമേ മനഃശാന്തി കൈവരൂ. പാവങ്ങൾക്ക് വേണ്ടിയുള്ള നിസ്വാർത്ഥമായ ത്യാഗമാണ് ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട ആരാധന. സേവനത്തിനു വേണ്ടിയുള്ള ത്യാഗം അവാച്യമായ ആനന്ദത്തിന് നിദാനമാകും. അന്തരാത്മാവിൽ നിന്ന് ഉറവെടുക്കുന്ന അമൃതാണത്. അത് ജീവിതത്തെ അനശ്വരമാക്കുന്നു. ഉള്ളത് ത്യജിക്കുന്നവൻ ധീരൻ, അവൻ ഉണ്മ നേടുന്നു. ഭോഗം മരണവും ത്യാഗം ജീവിതവുമാണ്. ബാഹ്യമായ സമ്പത്തും സ്വന്തം എന്ന് തോന്നുന്ന ശരീരവും ഒന്നും ശാശ്വതമല്ല. എല്ലാം എന്റേത് എന്റേത് എന്ന് ഭ്രമിച്ച് മായയിൽ പെട്ടുഴലുമ്പോഴാണ് ജീവിതം നഷ്ടമാകുന്നത്. ഒന്നും എൻ്റെ അല്ല എന്ന നിസ്സംഗതയോടെ ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നേടുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ മത്സരിച്ച് മതിപ്പിക്കുന്ന ഏതേതു വസ്തുക്കളിൽ നിന്നാണോ ഒരുവന്റെ ആസക്തി അകന്നു മാറുന്നത്, അതത് വസ്തുക്കളിൽ നിന്നുള്ള ദുരിതം അവന് അനുഭവിക്കേണ്ടതായും വരുന്നില്ല. സംഘം ദുഃഖത്തെയും നിസ്സംഗത്വം സുഖത്തെയും പ്രദാനം ചെയ്യുന്നു. ശാശ്വതമായ മോക്ഷസുഖം വേണമെന്ന് വരികിൽ നശ്വരമായ സുഖഭോഗ വസ്തുക്കളെല്ലാം കാലാകാലം ഉപേക്ഷിക്കുക. കയ്യിലില്ലാത്ത ഒന്ന് വീണ്ടും ത്യജിക്കേണ്ടി വരുന്നില്ലല്ലോ. ഉള്ളപ്പോൾ ത്യജിക്കുക. സുഖാനുഭവങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അതൊന്നും വേണ്ടെന്ന് വെക്കുക. അവിടെയാണ് യഥാർത്ഥ മഹത്വം. പഞ്ചേന്ദ്രിയങ്ങളെ അടക്കുകയും അവയെ പ്രലോഭിപ്പിക്കുന്ന സകല വസ്തുക്കളെയും ഒരുമിച്ച് ഉപേക്ഷിക്കുകയും ചെയ്യുക. സുഖാനുഭവങ്ങൾ ശീലിച്ചു പോയാൽ മനസ്സ് ധർമ്മത്തിൽ നിന്ന് വഴുതുന്നു. പാപകർമ്മങ്ങളിലൂടെയും ബലപ്രയോഗങ്ങളിലൂടെയും സുഖത്തിനുള്ള ഉപാധികളെ സ്വന്തമാക്കാനുള്ള തിരക്കാണ് പിന്നെ. ആ സുഖകാംക്ഷയാവട്ടെ ഒരിക്കലും ശമിക്കുന്നുമില്ല. വിറകിൽ തീ പിടിച്ച പോലെ അത് എല്ലാം അവസാനിപ്പിച്ചിട്ടേ കെട്ടടങ്ങുന്നുള്ളൂ. അതിനാൽ മുക്തിയെ ലക്ഷ്യമാക്കുന്ന മഹാത്മാക്കൾ സ്വജീവിതത്തിൽ ചെയ്യേണ്ടത് ഇന്ദ്രിയ നിഗ്രഹമാകുന്നു. ഒപ്പം പ്രലോഭനങ്ങളിലൂടെ വശീകരിച്ച് ലക്ഷ്യം പിഴയ്ക്കുവാൻ ഇടയാക്കുന്ന വസ്തുക്കളെയെല്ലാം ഒരുമിച്ച് ഉപേക്ഷിക്കുകയും വേണം. അതെല്ലാം ത്യജിക്കുക, നേടുക. അതാണ് ശാശ്വതമായ നേട്ടം. സാഹിത്യമഞ്ജരികൾക്ക് ശേഷമുള്ള മഹാകവി വള്ളത്തോളിന്റെ ദിവാസ്വപ്നം എന്ന സമാഹാരത്തിൽ ഒരു കവിതയുണ്ട്, പടവാളിന്റെ പുഞ്ചിരി. തപസ് അവസാനിപ്പിച്ച് സിദ്ധി നേടിയ ഒരു യുവതാപസനെ സമീപിച്ച് ഒരു രാജകുമാരൻ തന്റെ ഉടവാൾ കുറേക്കാലം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് തീർത്ഥാടനത്തിന് പോകുന്നു. ന്യാസമായി ഏൽപ്പിച്ച വസ്തു അത് എന്തു തന്നെ ആയാലും നിരസിക്കാനോ സൂക്ഷിക്കാതിരിക്കുവാനോ പാടില്ല എന്നതായിരുന്നു ആർഷഭാരതത്തിന്റെ നയം. മുതൽ ഏറ്റെടുക്കണം, ഒരു പോറൽ പോലും കൂടാതെ സൂക്ഷിക്കണം. ഉടമസ്ഥർ മടങ്ങി വന്ന് ആവശ്യപ്പെടുമ്പോൾ ഭദ്രമായി മടക്കി കൊടുക്കുകയും വേണം. സന്യാസി വാൾ സ്വീകരിച്ചു. ഊണിലും ഉറക്കത്തിലും വേർപിരിയാതെ കാത്തു. ഒരു ദിവസം അടക്കാനാവാത്ത കൗതുകം കൊണ്ട് അദ്ദേഹം ആ വാൾ പുറത്തെടുത്തു. മൂർച്ച പരിശോധിച്ചു, പ്രയോഗിച്ചു നോക്കി. ക്രമേണ ഒന്നാന്തരം രാക്ഷസനായി. പ്രലോഭനങ്ങളെ അതിജീവിക്കണം. ലക്ഷ്യം മുടക്കുന്നവർ എവിടെയുമുണ്ട്. സൂക്ഷിക്കണം. അടക്കേണം അഞ്ചിന്ദ്രിയങ്ങൾ, അവയ്ക്ക് രുചി അണയ്ക്കുന്നതൊക്കെ വെടിയണം. താങ്ക് യു. അടൽ വേണ്ടും എന്തൽ പുലത്തെ വിടൽ വേണ്ടും വേണ്ടിയ എല്ലാം ഒരുങ്ങും. Give up the hopes originating from five sense organs and also reject all objects desired by them.
This statement aligns with the spiritual teachings that emphasize detachments from sensory pleasures to attain inner peace and wisdom. And it suggests freedom from sensory desires. The five senses, sight, sound, taste, touch, and smell, constantly seek external pleasures, which create attachment and craving. Avoiding dependence on external objects. In Christian perspective on sensory desires speaks to avoid indulgence in material and sensory pleasures, practice mindfulness and self-control over desires. And in Quran, it states, material possessions and worldly pleasures are temporary. True success lies in spiritual deeds rather than indulging in fleeting desires. And similarly, in Bhagavad Gita, it says a person attains spiritual wisdom when they are free from sensory desires. True happiness comes from inner satisfaction, not from external objects. Adal Vendum, Aindal Pulathai Vidal, Vendum Vendia, Ellam Urungum. Kural 344. இயல்பாகும் நோன்பு கொன்று இன்மை உடைமை മയലാകും മറ്റും പെയർത്ത്. ഇവിടെ ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് ആദ്യം എടുക്കണം. നോൻപിർക്ക്, ദവോവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്. അതിന്റെ തൊട്ടടുത്ത വാക്ക് ഒന്ന്, ഇഷ്ടപ്പെട്ട ഒരു വസ്തു പോലും. ഇന്മൈ, അതിന്റെ തൊട്ടടുത്ത വാക്ക് ഇന്മൈ, ഇല്ലാതിരിക്കുക എന്ന അവസ്ഥയാണ്. ഇയൽവാകും, ആദ്യത്തെ വാക്ക് സ്വാഭാവികമായിട്ടുള്ളത്. ദവോവൃത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു പോലും ഇല്ലാതിരിക്കുക എന്ന അവസ്ഥയാണ് സ്വാഭാവികമായിട്ടുള്ളത്. മറിച്ച് അവസാനത്തെ വാക്ക് ആദ്യത്തെ വരിയിലെ ഉടൈമൈ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഉടമസ്ഥത. പെയർത്ത്, ലാസ്റ്റ് വാക്ക് വീണ്ടും ദവോനിഷ്ഠയെ ഒലിക്കുന്നതാകയാൽ മറ്റും, രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് തുടർന്നും മയലാകും, വിദ്യകളിൽ മയങ്ങി ഉടരുവാൻ ഇടയാകും. അതായത് തപോവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു പോലും ഇല്ലാതിരിക്കുക എന്ന അവസ്ഥയാണ് പറഞ്ഞിട്ടുള്ളത്. അത് മറിച്ച് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഉടമസ്ഥത വീണ്ടും കുലയ്ക്കുന്നതാകിയാൽ ഉടർന്നും വിദ്യകളിൽ മയങ്ങി ഉഴലുവാൻ ഇടയാക്കും. എല്ലാം ത്യജിച്ച് നിസ്വരമായി കഴിയേണ്ടവരാണല്ലോ സന്യാസിമാർ. അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഗുണം ഒന്നും ഇല്ലായ്മ എന്നത് തന്നെയാണ്. മറിച്ച് എന്തിൻ്റെയെങ്കിലും ഉടമസ്ഥ അവർക്ക് ഉണ്ടായിപ്പോയാൽ അവരുടെ ഏകാഗ്രത അതോടെ വിച്ഛിന്നമാവുന്നു. ഉള്ളതിന്റെ പിന്നാലെ വീണ്ടും സ്വരൂപിക്കാനുള്ള ആർത്തി അവരിൽ പടർന്നു കയറുന്നു. അങ്ങനെ എന്താണോ ലക്ഷ്യമായിരിക്കേണ്ടത് അതിന് വിരുദ്ധമായി ഒരിക്കലും ഒടുങ്ങാത്ത മായകളിൽപ്പെട്ട് അവർ വീണ്ടും അപഹാസ്യമായ ഭൗതികത്തിൽ മുങ്ങിത്താഴുന്നു. ശ്രീകുമാരി മാമ, ശ്രീകുമാരി മാമ ഉണ്ടോ? 344 ചാപ്റ്റർ 35 ധർമ്മപ്രകരണം, ജ്ഞാനചര്യെന്ന പുറവും സന്യാസാശ്രമം. ഇയൽപു ആകും നോൻപെർക്കു ஒன்று இன்மை உடையமை മയലാകും മറ്റും പെയ്തു. ഇല്ലായ്മ സന്യസിപ്പോർക്ക് ഗുണം. ഉടമസ്ഥൻ എന്ന നില മായകളിൽ ആയിട്ടും. ഉടമസ്ഥാന കൊല്ലായൊന്നിനും യോഗികൾ മോഹത്തിന് കാരണം ഉടമയാം നിശ്ചയം.
ഉടമസ്ഥാവകാശം കൂടുന്തോറും മോഹവും കൂടിക്കൂടി വരും. അതിനാൽ ആഗ്രഹം കുറയ്ക്കണമെങ്കിൽ അവകാശവും കുറയ്ക്കണം. ലൗകിക ജീവിതം വെടിയുക എന്നതൊരു പരീക്ഷണം തന്നെയാണ്. അതിൽ വിജയിക്കാതെ സന്യാസ കർമ്മം സ്വീകരിക്കരുത് എന്ന് സാരം. തപസ് എന്ന ദിവ്യമായ കർമ്മത്തിന് ഒരാശയും ഇല്ലാതിരിക്കണം. അതൊരു നിഷ്ഠയായി കാണണം. തപസ്സിനെ ഒരു നിഷ്ഠയായി കാണുക. നിഷ്ഠ നിഷ്കർഷിക്കാതെ ആശയുള്ളവരായാൽ വീണ്ടും ലൗകിക ജീവിതത്തിന്റെ ജന്മപാപകർമ്മ പഥത്തിലെത്തും. അതുകൊണ്ടാണ് തപസ്സിനെ ഒരു നിഷ്ഠയായി സ്വീകരിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജന്മപാപകർമ്മ അങ്ങനെ നാം വീണ്ടും വീണ്ടും അനുഭവിച്ചു കൊണ്ടേയിരിക്കും. താങ്ക് യു. ഇയൽപ്പാകും നോർ പെർക്ക് ഒന്റെ ഇന്മൈ ഉടമൈ മൈലാകും മറ്റും പേർക്ക്. The statement explains with the teaching of sannyasa, renunciation in Hinduism, as well as in similar spiritual traditions. The core message is that true renunciation is not just about giving up material possession, but also about giving up desires and attachments. In Bhagavad Gita, it says the sannyasa is not just a physical renunciation, but mental detachment from desires. And if someone still has hope and craving, they are still bound by illusion or maya. And similarly, in Buddhism, the Buddha taught that desire, tanha, is the root of suffering, dukkha. True liberation means nirvana is possible only when all cravings are abandoned. And likewise, in Christianity also, Jesus emphasizes spiritual renunciation, saying, "Do not store up for yourself treasure on earth, for where your treasure is, where your heart is, all heart will be also." കുറൾ 344. ഏർപ്പാക്കും നോർപ്പിൻകും ഒൻറും ഇന്മൈ ഉടമൈ മൈലാകും മറ്റും പേർക്ക്. കുറൾ 345. மற்றும் தொடர்பாடு எவன்கொல் பிறப்பறுக்கல் ഉറ്റാർക്ക് ഉടമ്പും മികൈ. ആദ്യത്തെ വരയിലെ അവസാനത്തെ വാക്ക് പിറപ്പറുക്കൽ, ജനനത്തിൽ നിന്നുള്ള മോചനം. പിറപ്പ് അറുക്കൽ, അത്രയേ ഉള്ളൂ. ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, പിറപ്പ് അറുക്കൽ. അത് അങ്ങനെ ചെയ്യുന്നവർക്ക് ഉറ്റാർക്ക്, അതിന്റെ അടുത്ത വാക്ക് രണ്ടാമത്തെ വരയിലെ ആദ്യത്തെ വാക്ക് മാത്രം ലക്ഷ്യമാക്കി അതിനുവേണ്ടി ഉറ്റു പരിശ്രമിക്കുന്നവർക്ക് രണ്ടാമത്തെ വരയിലെ രണ്ടാമത്തെ വാക്ക് ഉടമ്പും. ഉടമ്പ് എന്ന് പറഞ്ഞ ദേഹം, അതിനുള്ള ഉപാധിയായ സ്വന്തം ശരീരം പോലും മികൈ ഭാരമാകുന്നു. ആ നിലയ്ക്ക് അവർക്ക് ഇനി ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് മറ്റു വിധത്തിൽ പരമ്പരയായി വരുന്ന തുടർപാട് അസംബന്ധ വസ്തുക്കളിലെ ഉള്ള ബന്ധം യവൻകൊൽ എന്തിനാണാവോ. അതായത് ജനത്തിൽ നിന്നുള്ള മോചനം മാത്രം ലക്ഷ്യമാക്കുന്നതിന് വേണ്ടി ഉറ്റു പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഉപാധിയായ സ്വന്തം ശരീരം പോലും ഭാരമാകുന്നു. ആ നിലയ്ക്ക് അവർക്ക് മറ്റു വിധത്തിൽ പരമ്പരയായി വരുന്ന അസംബന്ധ വസ്തുക്കളിൽ ഉള്ള ബന്ധം എന്തിനാണാവോ. വീണ്ടും ജനനം എന്ന ചാക്രികാവസ്ഥയിൽ നിന്നുള്ള ശാശ്വതമായ മോചനത്തിന് വേണ്ടി ഉറ്റു ശ്രമിക്കുന്ന മുമുക്ഷുക്കൾക്ക് അതിനുള്ള ഉപാധിയായ ഈ ശരീരം പോലും ഒരു ഭാരം തന്നെ. ആ നിലയ്ക്ക് പ്രസ്തുത ശരീരം കൊണ്ട് അനുഭവിക്കേണ്ട ഇതര സുഖഭോഗ വസ്തുക്കളിൽ മേലുള്ള ബന്ധം എന്തിനാണ് എന്ന് കവി ചോദിച്ചു.
തിരുക്കുറൾ ഭാഗം 1 ധർമ്മമാർഗം അധികാരം 35 തുറവു കുറൾ 345. മറ്റുള്ള ബന്ധങ്ങൾ എന്തിനായി ജനിമോക്ഷ മുറ്റവർക്കുടൽ തന്നെ ഭാരം. മറ്റുള്ള ബന്ധങ്ങൾ എന്തിനായി ജനിമോക്ഷ മുറ്റവർക്കുടൽ ഉടൽ തന്നെ ഭാരം. തമിഴ് എന്നത് ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി മാത്രമല്ല സഹസ്രാബ്ദങ്ങളായി അഭിവൃദ്ധി പ്രാപിച്ച ഒരു നാഗരികതയുടെ നിലനിൽക്കുന്ന പൈതൃകത്തിന്റെ തെളിവ് കൂടിയാണ്. തുടർ ജന്മം ഒഴിച്ചിടാൻ ഇച്ചിപ്പോർ കുടൽ ഭാരമാം നിലനിൽപ്പറ്റ മറ്റൊന്നിലാശ വെക്കുന്നത് എന്തിനായി. ഈ ജന്മം തന്നെ ഭാരമാണെന്നും തുടർ ജന്മം ഒരിക്കലും ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് മറ്റുള്ളവയുമായി എന്തിനു ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം, എന്തിനു ബന്ധങ്ങളാകുന്ന അടിമത്തത്തിൽ തുടരണം. അവർക്ക് സ്വന്തം ശരീരം പോലും ഭാരമാണ്. തുടർ ജന്മം അവർ ഇച്ഛിക്കുന്നതേയില്ല. മനസ്സിന്റെ ശ്രദ്ധ മാറി മാറി പോകുമ്പോൾ അതിനെ എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഒരുവൻ അവൻ്റെതായിട്ടുള്ള മനസ്സ്, ഊർജം, അവബോധം എന്നിവയെ ഏകാഗ്രമായി വെച്ച് ഒരു നിശ്ചിത കാലഘട്ടമെങ്കിലും ഏകാഗ്രമായി കൊണ്ടുപോയാൽ അവൻ തിരിച്ചറിയുന്നത് അവന്റെ ജീവിത സത്യം മാത്രമല്ല, പോയ കാലത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് കൂടിയാണ്. മനുഷ്യന്റെ അവബോധത്തിന് എന്തും തന്നെ അറിയാൻ സാധിക്കും. ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളിലെ തിരിച്ചറിവും ത്യാഗം തന്നെയാണ്. സമൂഹത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ സ്വന്തം ജീവിതം ത്യാഗം ചെയ്യുവാൻ തയ്യാറാകണം. വില കൊടുക്കാതെ നമുക്കൊന്നും നേടാനാവില്ല എന്ന് സമൂഹ നവോത്ഥാക്കളായ വിവേകാനന്ദൻ, അയ്യൻകാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവർ കാട്ടിത്തന്നു. ഈ മഹാത്മാക്കൾ സമൂഹത്തിന് നേടിത്തന്ന കാര്യങ്ങൾ മഹത്തരമാണ്. അവരുടെ ത്യാഗമാണ്. ജീവിത സത്യം മനസ്സിലാക്കിയവനെ സംബന്ധിച്ചിടത്തോളം ശരീരവും ജീവിതവും എല്ലാം വെറും മിഥ്യയാണെന്ന് മനസ്സിലാക്കുന്നു. വലിയ നന്മയ്ക്ക് വേണ്ടി ത്യാഗം പലപ്പോഴും ആവശ്യമാണ്. അറേബ്യയിലെ ഖലീഫയായ ഉമർ ബിനുൽ ഖത്താബ് ഒരു ഏറ്റവും ദരിദ്രനായി ജീവിതം ചെലവഴിച്ച രാജാവാണ്. തന്റെ പ്രജകൾക്കില്ലാത്ത സുഖം തനിക്കും വേണ്ട എന്ന ത്യാഗ മനോഭാവത്തിനുടമയായിരുന്നു. ഒരിക്കൽ ഒരു വൃദ്ധ തന്റെ വീട് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സഹായത്തിനായി ഖലീഫ ഉമറിനെ അന്വേഷിച്ചു വന്നു. ഖലീഫ താമസിക്കുന്നുവെന്ന് പറഞ്ഞിടത്തൊന്നും മണിമന്ദിരങ്ങൾ കാണാനായില്ല. വൃദ്ധ ഒരു വഴിപോക്കനോട് ഖലീഫയുടെ താമസ സ്ഥലം അന്വേഷിച്ചു. അയാൾ കാട്ടിക്കൊടുത്ത കുടിൽ കണ്ട് വൃദ്ധ ആശ്ചര്യപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എന്റെ പാർപ്പിടത്തേക്കാൾ ശോചനീയമായ അവസ്ഥയിലെ കുടിൽ ഞാൻ എങ്ങനെ ഖലീഫയോട് സഹായം ചോദിക്കും? മടങ്ങി പോവുക തന്നെ. ഖലീഫയ്ക്ക് ഈ പാർപ്പിടം മതിയെങ്കിൽ എന്റെ കുടിൽ എനിക്കും ധാരാളം. അതെ, ഇത്തരം ത്യാഗികൾ നമുക്ക് ചുറ്റുമുണ്ട്. കുന്തിക്ക് സൂര്യഭഗവാനിലുണ്ടായ പുത്രൻ രാധേയൻ മഹാധർമ്മിഷ്ഠനും കവചകുണ്ടലങ്ങളോട് കൂടിയവനുമായിരുന്നു. മരണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ജന്മനാ ലഭിച്ച ഈ കവചകുണ്ടലങ്ങൾ ലഭിച്ച കർണൻ അത് ദാനം ചെയ്യുകയാണ്. അതുപോലെ തന്റെ യുദ്ധപരാജയം മുന്നിലെത്തിയിട്ടും ചക്രവ്യൂഹം ഭേദിക്കാൻ അറിയാതെ മരണം ഉറപ്പായിട്ടും തന്റെ ബന്ധുജനങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം അനുഷ്ഠിച്ച അർജുനപുത്രൻ അഭിമന്യു. അതുപോലെ തന്നെ രാമായണത്തിലെ ശ്രീ ദശരഥൻ തന്റെ ഭാര്യയോട് അവർക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കുന്നതിന് വേണ്ടി ത്യാഗമനോഭാവത്തോടു കൂടിയാണ് ശ്രീരാമനെ 14 വർഷത്തെ വനവാസത്തിനായിട്ട് ചെയ്യാനായി പറയുന്നത്. അതുപോലെ തന്നെ ഭരതൻ തനിക്ക് ലഭിച്ച രാജ്യഭാരം തന്റെ സഹോദരന്റെ ചെരുപ്പുകൾ എടുത്ത് രാജാവിന്റെ കസേരയിൽ വെച്ച് അതിനെ പൂജിച്ചുകൊണ്ട് ഭരിക്കുകയാണ്. അവിടെയും ത്യാഗമനോഭാവം കാണാം. ശ്രീരാമനോടൊപ്പം പോകുന്ന ലക്ഷ്മണൻ തുടങ്ങിയവരിലെല്ലാം തന്നെ നമുക്ക് ഈ ത്യാഗ മനോഭാവം കാണാൻ കഴിയും. ഇഹലോക ജീവിത വിരക്തിയിൽ നിന്ന് മോക്ഷം അഥവാ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനായി സന്യാസം സ്വീകരിക്കലും ഒരു ത്യാഗ
മനോഭാവം തന്നെയാണ്. തുടർ ജന്മം ഒഴിച്ചിടാൻ ഇച്ചിപ്പോർക്കുടൽ ഭാരമാം എന്നതും അതുകൊണ്ട് തന്നെ നിലനിൽപ്പില്ലാത്തവയ്ക്കായി ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്തു ഫലം എന്നും ഈ ഖുറൽ പറയുന്നു. മനഃശക്തിയും ധാർമ്മിക വിജയവും കർമ്മശേഷിയും നേടി മനുഷ്യജീവിതം സുഖകരവും അർത്ഥപൂർണവുമാക്കുന്നതിലൂടെ സായുജ്യം നേടുന്നതിനുള്ള പ്രായോഗിക സരണിയായി തിരുക്കുറളിനെ കാണാം. മറ്റുള്ള ബന്ധങ്ങൾ എന്തിനായി ജനിമോക്ഷമുറ്റവർക്കുടൽ തന്നെ ഭാരം. മറ്റുള്ള ബന്ധങ്ങൾ എന്തിനായി ജനിമോക്ഷമുറ്റവർക്ക് ഉടൽ തന്നെ ഭാരം. ഓവർ. To those trying to remove the grief of life, body itself is a burden. Then why bearing other bondages? The statement reflects deep spiritual detachment and aligns with the teachings of renunciation and liberation found in various traditions. Bhagavad Gita, it says the body is temporary, but the soul is eternal. And in Buddhism, the body is temporary house, and its attachments causes suffering. And in Christianity, the Bible says the world and its bondages are temporary, but the soul is eternal. And in Quran, it says the body and material world are fleeting. One should detach from unnecessary burdens and focus on spiritual enlightenment. Quran 345. മറ്റും തുടർപ്പാട് എവൻകോൽ പിറപ്പറുക്കൽ ഉറ്റാർക്കും ഉടുപ്പും ഉടയ്പും മികை. ഖുർആൻ 246. അടുത്തത് വളരെ ലഘുവായിട്ടുള്ള ഒരു ഖുറളാണ്. 345 തുടർച്ചയായിട്ടുള്ളത് തന്നെയാണ്. അതേ അർത്ഥത്തിലാണ് ഇന്ന് വരുന്നത്. യാൻ എനത് എന്നും ചെരുക്ക് അറുപ്പാൻ വാനോർക്ക് ഉയർന്ന ഉലകം പോകും. ഞാൻ എന്ന് പറഞ്ഞ ഞാൻ, എന്നത് എന്റേത്, എന്നും എന്നെ എന്നൊക്കെയുള്ള ചെരുക്ക് മതിമയക്കത്തെ അറുപ്പാൻ ഇല്ലാതാക്കുന്നവൻ, അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞാല് വാനോർക്ക് ദേവന്മാർക്കും ഉയർന്ന മീതെയുള്ള അതിനും മുകളിലുള്ള ഉലകം മുക്തിലോകം പുഹും പ്രാപിക്കും. ഞാൻ എന്റേത് എന്നുള്ള ആ അകന്ത അല്ലെങ്കിൽ ആ മതിമയക്കം വിട്ടൊഴിയുന്നവന് ഇത് സ്ഥാനം ദേവലോകത്തുള്ള ദേവന്മാർക്കും മുകളിലാണ് എന്ന് വളരെ ലഘുവായിട്ട് കവി പറഞ്ഞിരിക്കുന്നു. താങ്ക് യു സർ. ഖുറൽ 346. ഞാൻ എനതു എന്നും ചെരുക്കു അറുപ്പാൻ വാനോർക്കു ഉയർന്ന ഉലകം പോകും. ഞാൻ എൻ്റെ എന്നുള്ള മമതയറ്റോൻ പോകും വാനോർക്കും മേലുള്ള ലോകം. ഞാൻ എൻ്റെ എന്നുള്ള മമതയറ്റോൻ പോകും വാനോർക്കും മേലുള്ള ലോകം. ഒരിക്കലും തൻ്റേതല്ലാത്ത ഈ ശരീരത്തെ ഞാൻ എന്ന് കരുതുക, ഒരു കാലത്തും തനിക്ക് സ്വന്തമല്ലാത്ത വസ്തുക്കളെ എന്റേത് എന്ന് ഭാവിക്കുക തുടങ്ങിയ മതിമയക്കത്തിൽ നിന്ന് ആരാണോ മുക്തനാവുന്നത് അയാൾക്ക് സാക്ഷാൽ ദേവന്മാർ വസിക്കുന്ന ലോകത്തെക്കാളും സമുന്നതമായ മുക്തി ലോകത്തിൽ സ്ഥാപനം ലഭിക്കും എന്ന് തിരുക്കുറൾ. ലോകത്തിൽ നിന്ന് ഓടിയൊളിച്ച് കാട്ടിൽ ചെന്ന് പാർക്കുന്നത് ത്യാഗമല്ല. ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളിലും ത്യാഗശീലം വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. ത്യാഗനിഷ്ഠമായ ജീവിതം യഥാർത്ഥമായ ആനന്ദം കൊണ്ട് നിറഞ്ഞതായിരിക്കും. ഞാൻ എന്റേത് എന്ന അഹങ്കാരം നശിപ്പിച്ച ഒരുവൻ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു ലോകം നേടും. ശരീരത്തെ ഒന്നുമല്ലെന്നും ബന്ധമില്ലാത്ത വസ്തുക്കളെ എന്റേതാണെന്ന് കരുതുന്ന മിഥ്യാധാരണയെ മറികടക്കുന്നവൻ ദേവന്മാരെക്കാൾ ഉയർന്ന അവസ്ഥ കൈവരിക്കും. ഞാൻ എന്റേത് എന്ന അഹങ്കാരം പൂർണ്ണമായും ഉപേക്ഷിച്ചവൻ സ്വർഗത്തിന്റെ പ്രശസ്തിയെ പോലും മറികടക്കുന്ന ലോക പ്രശസ്തിക്ക് അർഹനാകുമെന്ന് തിരുക്കുറൾ ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നു. രാമായണത്തിലെ ഏറ്റവും മനോഹരമായ ശ്ലോകങ്ങളിലൊന്ന് ഇങ്ങനെയാണ്: രാമം ദശരഥം വിധിമാം വിത്തി
ജനക ആത്മജാം അയോധ്യാം അദവീം വിത്തി ഗച്ഛം താത യഥാസു. ഇതിൽ ലക്ഷ്മണന്റെ അമ്മയായ സുമിത്ര അവനോട് പറയുന്നു, രാമൻ നിങ്ങളുടെ പിതാവായ ദശരഥനെ പോലെയാണെന്ന് മനസ്സിലാക്കുക. സീതയിൽ നിങ്ങൾ എന്നെ തന്നെ കണ്ടെത്തും. കാട് നിങ്ങളുടെ രാജധാനിയായ അയോധ്യയായി മാറും. അതിനാൽ പ്രിയപ്പെട്ട മകനെ ലക്ഷ്മണ, നിങ്ങൾക്ക് ഒരു മഹത്തായ വിട. 14 വർഷത്തെ വനവാസത്തിൽ ലക്ഷ്മണൻ തന്റെ രാമനോടൊപ്പം ചേരാൻ തന്നെ ഉപേക്ഷിക്കണമെന്ന് സുമിത്ര നിസ്വാർത്ഥമായി ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല, തന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും ഒഴുകുവാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഊർമിള അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുന്നു. അതല്ലായിരുന്നുവെങ്കിൽ ലക്ഷ്മണൻ തന്റെ തീരുമാനത്തിൽ ദുർബലനായി പോകുമായിരുന്നു. ലക്ഷ്മണൻ രാമനും സീതയും ഒരുമിച്ച് വനവാസത്തിലായിരിക്കുമ്പോൾ സുമിത്രയും ഊർമിളയും അതേ വനവാസ രീതി തന്നെ തിരഞ്ഞെടുത്തു. സമാനതകളില്ലാത്ത ത്യാഗത്തിന്റെ ഉത്തമോദാഹരണങ്ങളായി എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒന്നാണിത്. ഞാൻ എൻ്റെ എന്നുള്ള മമതയേറ്റാൻ പോകും വാനോർക്കും മേലുള്ള ലോകം. താങ്ക് യു. The one sad feeling of me and mine arrives higher position than God. The statement explains a deep spiritual wisdom across multiple traditions, emphasizing ego, dissolution, and selfishness. In Bhagavad Gita, it says that the person who abandons all desires has no sense of I and mine, attain peace. The ego, I and mine, binds one to illusion or Maya. And in Buddhism, it says God are still bound to karma and rebirth, while the enlightenment being transcends all realms. Ego and attachment fuel sufferings. Freedom comes by letting go. And in Christianity, and it says the humility verse, the true greatness lies in surrendering self-importance. Saints and mystics emphasize losing oneself in divine love rather than clinging to identity. And similarly in Islam also, the self or the ego separates man from God. Dissolving the ego allows one to reach the state beyond the heavens. And practical means we can follow let go of the ego, and becomes selflessness leads to higher spiritual realization. കുറൽ 346. ഞാൻ എനത് എന്നും ചെറുക്ക് അറുപ്പാൻ വാനോർക്ക് ഉയർന്ന ഉലകം പോകും. കുറൽ 247. 247, 49, 50 ഒരേ വാക്കുകൾ കൊണ്ടുള്ള ഒരു പ്രയോഗത്തിലാണ് വന്നിരിക്കുന്നത്. 248 മാത്രമേ ഉള്ളൂ വേറെ അല്പം വ്യത്യസ്തമായിട്ടുള്ളത്. ഒരു വാക്ക് പറയുന്നത് 347. 47 അല്ലേ? 347. അതെ അതെ, 347. അവിടെ ഒരു വാക്ക് വരുന്നത് മലയാളത്തിൽ വളരെ പ്രചാരത്തിലുള്ളൊരു വാക്കാണ്. തമിഴില് പറ്റ് എന്നാണ് പറയുന്നത്. ദേശപ്പറ്റ്, മൊഴിപ്പറ്റ് എന്നൊക്കെ പറയുന്നത്. ആ പറ്റ് എന്ന് പറയുമ്പോൾ അതിനോടുള്ള ഒരു സ്നേഹം എന്നാണ് അത് വരുന്നത്. ദേശത്തോടുള്ള പറ്റ് ദേശപ്പറ്റ്, ഭാഷയോടുള്ളത് മൊഴിപ്പറ്റ്, അമ്മയോടുള്ളത് കായ്പറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പറ്റ് എന്നുള്ള വാക്കിനെയാണ് ഇവിടെ വാക്കാവി കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിലുണ്ട് നമുക്ക് പറ്റി, എന്ത് പറ്റി, പറ്റിപ്പോയി, പറ്റിച്ചു. പക്ഷെ ആ മീനിങ് എന്നല്ല ഇവിടെ വരുന്നത്. ഇവിടെ സാധാരണ ഒരു ബന്ധം, അതിനോടുള്ള അറ്റാച്ച്മെന്റ് എന്നുള്ളതിലാണ് വരുന്നത്. തീ പറ്റി പടർന്നു, അടുപ്പിൽ പാൽ കാച്ചുമ്പോൾ പാത്രത്തിന്റെ അടിയിൽ പറ്റിപ്പിടിച്ചു, പറ്റിപ്പിടിക്കുക എന്നുള്ള ആ ഇതിലാണ് ഒരു അറ്റാച്ച്മെന്റ് എന്നുള്ളതിലാണ് വരുന്നത്. അപ്പം അത് വായിക്കാം. പറ്റി വിടാ ഇടുമ്പൈകൾ പറ്റിനെ പറ്റി വിടാതവർക്ക്. നല്ല പ്രാസല പറഞ്ഞു. പറ്റി വിടാ ഇടുമ്പൈകൾ പറ്റിനെ പറ്റി വിടാതവർക്ക്.
ഒരു ആദ്യത്തെ വാക്ക് എടുക്കുകയാണ്. അവസാനത്തെ ആദ്യ വരയിലെ അവസാനത്തെ വാക്ക് പറ്റിനെ. ഓരോന്നിലുമുള്ള ആസക്തിയെ അടുത്ത വരയിലെ ആദ്യത്തെ വാക്ക് പറ്റി പ്രാപിച്ച് അത് വളർത്തി വിടാതവർക്ക് പിന്നീട് അതൊന്നും കൈയൊഴിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ മയക്കം കൊണ്ട് ജീവിക്കുന്നവരെ. ആദ്യത്തെ വരയിലെ മൂന്നാമത്തെ വാക്ക് ഇടുമ്പൈകൾ തീരാത്ത തുன்பങ്ങൾ പറ്റി ആദ്യത്തെ വാക്ക് വന്നുകൂടി വിടാ കൈവിടാതെ ബുദ്ധിമുട്ടിലാക്കും. ഓരോന്നിലുമുള്ള ആസക്തിയെ പ്രാപിച്ച് അത് വളർത്തി പിന്നീട് അതൊന്നും കൈയൊഴിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ മയക്കം കൊണ്ട് ജീവിക്കുന്നവരെ തീരാത്ത തുன்பങ്ങൾ വന്നുകൂടി കൈവിടാതെ ബുദ്ധിമുട്ടിലാക്കും. തിരുക്കുറൾ ഭാഗം 1 ധർമ്മപ്രകരണം അധികാരം 35 കുറൾ 347. പറ്റും വിടാതെയാം തുன்பങ്ങൾ ശക്തിയെപ്പറ്റി വിടാതിരിപ്പൂരിൽ. തമിഴ് ഭാഷ അതിന്റെ പുരാതന തുടക്കം മുതൽ ഇന്നത്തെ ഊർജ്ജസ്വലമായ സാന്നിധ്യം വരെ തമിഴ് ഐഡന്റിറ്റികളെ രൂപപ്പെടുത്തുകയും സമൂഹങ്ങളെ ബന്ധിപ്പിക്കുകയും അറിവിന്റെയും കലാപരതയുടെയും സമ്പത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്നു. പുരാതന കാലത്തെ വേരുകൾ മുതൽ സമകാലിക ലോകത്ത് അതിന്റെ ചലനാത്മകമായ പങ്ക് വരെയുള്ള തമിഴിന്റെ ശ്രദ്ധേയമായ സ്ഥാനം നമുക്ക് കണ്ടെത്താൻ കഴിയും. പുരാതന വേരുകൾക്ക് ഉദാഹരണമായി തിരുക്കുറളിനെ നമുക്ക് കാണാം. സംഘസാഹിത്യങ്ങളിൽ പ്രധാന കൃതിയായ തിരുക്കുറളിൽ സമൂഹത്തിന്റെ വിലമതിക്കാനാവാത്ത ഉൾക്കാഴ്ചകൾ, ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ദാർശനികത എന്നിവ കാണാൻ കഴിയും. ഞാൻ എന്റെതെന്ന ദ്വിമുഖ ആശാപാശത്തിൽ ബന്ധിതർ അനേകവിധ ദുഃഖങ്ങളാലേ കഷ്ടമിയെന്നിടും. ആഗ്രഹങ്ങളുടെ ആശാപാശത്തിൽ വിരാജിക്കുന്നവർക്ക് അവയുമായി ബന്ധപ്പെട്ട് അവ നേടിയെടുക്കുന്നതിനായി അനേക അവസരങ്ങളിൽ ദുഃഖം അനുഭവിക്കേണ്ടതായി വരുന്നു. എല്ലാറ്റിലും നശ്വരതയും അസ്ഥിരതയും മനസ്സിലാക്കുന്ന മാനവൻ ആശയാകുന്ന പാശത്തിൽ കയറിൽ ബന്ധിതനായിരിക്കുന്നു. അവനൊരിക്കലും മോചനമില്ല, സ്വതന്ത്രനാകാൻ കഴിയില്ല. ആനന്ദകരമായ ജീവിതം നയിക്കാൻ പലപ്പോഴും പലതും നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങൾക്കൊരിക്കലും അവസാനമില്ല തന്നെ. കുഞ്ചൻ നമ്പ്യാരുടെ വാക്കുകളിൽ പറഞ്ഞാൽ 10 കിട്ടിയാൽ 100 കിട്ടണമെന്ന്, 100 കിട്ടിയവന് 1000 കിട്ടണമെന്ന്. തിരമാല പോലെ നമ്മുടെ ആശകൾക്ക് അവസാനമില്ല. ആഗ്രഹങ്ങളാണ് മനുഷ്യന്റെ ദുഃഖങ്ങൾക്ക് കാരണമെന്ന് ശ്രീബുദ്ധൻ പറയുമ്പോൾ സംഭവാമി യുഗേ യുഗേ എന്ന് ശ്രീകൃഷ്ണനും ഗീതയിൽ പറയുന്നു. ഇവിടെ ആശകൾ എന്നത് രണ്ടായി തിരിക്കാം. ഒന്നാമത്തേത് തീരാത്ത ലൗകിക ആഗ്രഹങ്ങളാണെങ്കിൽ രണ്ടാമത്തേത് സമൂഹ നന്മയ്ക്കായി നേടിയെടുക്കേണ്ടവയാണ്. പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ച ലൂയി പാസ്റ്ററും പെൻസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിങ്ങും എക്സ്റേ കണ്ടുപിടിച്ച റോയിൻജനും അവരുടെ ആഗ്രഹങ്ങൾ സമൂഹ നന്മയ്ക്കായി ചെലവഴിച്ചവരാണ്. നമ്മൾ പറയും ലൗകിക സുഖം വെടിഞ്ഞ് സന്യാസം സ്വീകരിച്ചു. അതുപോലെ ഭൗതിക സുഖങ്ങൾ നഷ്ടപ്പെടുത്തി ഒട്ടനവധി മനുഷ്യർ, പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞർ, അവർ ജീവിതകാലം മുഴുവനും നടത്തുന്ന ഗവേഷണങ്ങൾ ഫലപ്രാപ്തിയിലെത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യുന്നു. നമ്മുടെ കൽപ്പന ചൗളയുടേതും ഒരു ത്യാഗിയുടേതാണെന്ന് നമുക്ക് പറയാം. ആഗ്രഹം അത്യാഗ്രഹമായി മാറിയതിന്റെ ഫലങ്ങൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയും. കാമുകന്റെ ജീവൻ വിഷപാനീയം നൽകി നഷ്ടപ്പെടുത്തി മുന്തിയ ജീവിതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ധനമോഹം നിമിത്തം പാമ്പിനെ കൊണ്ട് ഭാര്യയെ കൊല്ലിക്കുന്ന ഭർത്താക്കന്മാർ, മികച്ച ജീവിത സ്വപ്നം കണ്ട് മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന അമ്മമാർ, ഇതെല്ലാം നമുക്ക് ചുറ്റും കാണുമ്പോൾ തിരുക്കുറൾ പോലുള്ള കാച്ചിക്കുറുക്കിയ പൊന്നെന്ന് പറയാവുന്ന മഹത് ഗ്രന്ഥം നമ്മളോട് പറയുകയാണ്, നമ്മൾ എപ്പോഴും സ്വയം ആശകളാകുന്ന പാശത്താൽ മുറുകാൻ വിധിക്കപ്പെട്ടവർ എന്ന്. മറ്റുള്ള ബന്ധങ്ങൾ എന്തിനായി,
ജനിമോക്ഷമുറ്റവർക്ക് ഉടൽ തന്നെ ഭാരം. മറ്റുള്ള ബന്ധങ്ങൾ എന്തിനായി? ജനിമോക്ഷമുറ്റവർക്കുടൽ തന്നെ ഭാരം. ഓവർ. താങ്ക് യു സർ. പറ്റിവിടാ ഇടും പൈകൾ പറ്റിനെ പറ്റി വിടാതവർക്ക്. Those do not leave hope will have to suffer sorrows due to them. The statement explains deep spiritual teaching about detachment and suffering. And in Bhagavad Gita, when a person dwells on objects of desire, attachment arises. From attachment comes desire. From desire arises anger. And from anger, delusion follows. So hope and attachment create sufferings. The true peace comes from letting go of desires. Similarly, in Buddhism also, it explains from craving, sorrow arises. He who is free from craving is free from sorrow. Desire and expectations lead to pain, whereas nirvana is freedom from hope and attachment. And similarly, in Bible, says, I have seen all the things that are done under the sun. All of them are meaningless and a chasing after the wind. So placing hope in worldly things lead to disappointment. And true peace is in faith and surrender. And in Quran, it says the suffering arises from expectations, trusting in the divine plan being contentment. So as a practical way, hope and desire create expectations, and we have to exclude that. Letting go for attachment brings true peace. Quran 347. പറ്റിവിടാ ഇടും പൈകൾ പറ്റിനെ പറ്റി വിടാതവർക്ക്. Quran 348. തലൈപ്പട്ടാർ തീരത്തുറന്താർ മയങ്കി വലപ്പെട്ടാർ മറ്റേവർ. വീണ്ടും കവി വളരെ ലഘുവായിട്ട് പറയുന്നു. തലൈപ്പട്ടാർ തീരത്തുറന്താർ മയങ്കി വലപ്പെട്ടാർ മറ്റേവർ. എല്ലാം പ്രാസാണ്, വരികളുടെയും വാക്കുകളുടെയും. തലൈ വലൈ എന്നുള്ളതല്ലേ. ഞാൻ അർത്ഥം നോക്കാം. ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ തീരത്തുറന്താർ, എല്ലാം തീർത്തും ത്യജിച്ച മുക്തന്മാർ. അവർ, ആദ്യത്തെ വാക്ക് തലൈപ്പട്ടാർ, ഏറ്റവും ഉയർന്ന മുക്തിസ്ഥാനത്തെ സ്ഥാപിക്കുന്നു. തീരത്തുറന്താർ തലൈപ്പട്ടാർ, വളരെ ഒറ്റ വാക്ക്, രണ്ട് വാക്കുകൊണ്ട് തന്നെ അർത്ഥം മനസ്സിലാകാം. എല്ലാം തീർത്ത് ത്യജിച്ച മുക്തന്മാർ ഏറ്റവും ഉയർന്ന മുക്തിസ്ഥാനത്തെ പ്രാപിക്കുന്നു. അടുത്ത രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് മറ്റേവർ, അങ്ങനെ അല്ലാതെ ശക്തന്മാരായി കഴിയുന്നവർ. ആദ്യ വരിയിലെ അവസാനത്തെ മയങ്കി, മതിപ്രഭങ്ങളിൽ പെട്ട് വലപ്പെട്ടാർ, പുനർജന്മമാകുന്ന വലയ്ക്കുള്ളിൽ കൊടുക്കുന്നു. വളരെ ലഘുവായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ത്യജിച്ചു പോകുന്നവർക്കുള്ള സ്ഥാനം, അതല്ലാത്തവർക്കുള്ള ആ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. ശ്രീകുമാരി മാമാണോ? താങ്ക് യു സർ. 348 കുറൾ. തലൈപ്പട്ടാർ തീരത്തുറന്താർ മയങ്കി വലൈപ്പട്ടാർ മറ്റൈയവർ. തലപ്പത്ത് വാഴ്വൂ വിരക്തർ മയക്കും വലയ്ക്കുള്ളിലാകുന്നു മറ്റോർ. ഇതിന് വിരക്തിയാൽ നേരിടാം മുക്തിയുമല്ലാത്തോർ ജന്മാന്തരങ്ങളിൽ കുടുങ്ങിക്കുഴഞ്ഞു പോവും. പരിത്യാഗികൾ മുക്തിയെ പ്രാപിക്കും. ആശാഭരിതർ പല ജന്മങ്ങൾ എടുക്കേണ്ടി വരികയും തന്മൂലം കഷ്ടത, ജന്മങ്ങൾ എടുക്കും, പുനർജന്മം എടുക്കും തോറും കഷ്ടത അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. മോഹങ്ങളും ആശകളും വെടിയാത്തവർ പല ജന്മങ്ങൾ പാപഭാരവുമായി ജീവിക്കേണ്ടി വരും. എന്നാൽ യോഗീശ്വരന്മാർ അഥവാ പരിത്യാഗികൾ
മോക്ഷപ്രാപ്തി ഭഗവാനിൽ ലയിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് പുനർജന്മം എടുക്കേണ്ടി വരികയില്ല. ആശ്രമവാസികളായ ഭോഗികൾക്ക് കഷ്ടതകളും ദുഃഖങ്ങളും ഉണ്ടാവും. എന്നാൽ സന്യാസാശ്രമവാസികൾക്ക്, അതായത് യോഗികൾക്ക്, സ്വർഗപ്രാപ്തി എന്നത് നിശ്ചയം. യോഗികൾക്കാണെങ്കിൽ സ്വർഗപ്രാപ്തി. പുനർജന്മമാകുന്ന വലയിൽ അവർ പെട്ട് ഉഴറേണ്ട ആവശ്യമില്ല. സ്വർഗപ്രാപ്തി ലഭിക്കും. The noble fully eliminate illusions, others lay trapped. So this phrase conveys who attain wisdom and clarity free themselves from illusions of life, mayas of life, while others remain enensured by worldly attachment and misunderstanding. It aligns with teachings from various spiritual traditions. And in Bhagavad Gita it says, one who is not disturbed by happiness and distress and is steady in both became eligible for liberation. And in Buddhism, Dharmapada, it says all conditioned things are impermanent. When one sees this with wisdom, one can away from sufferings. And the root of suffering is attachment. And in Christianity, the Bible says, do not store up for yourselves treasure in earth. And for what does it profit a man to gain the whole world and forfeit his soul? And similarly in Quran, the life of this world is nothing but play and amusement. But thereafter it is best for those who are righteousness. And in Jainism it says that conquer yourself rather than the world. കുറൽ 348 തലൈപ്പെട്ടാർ തീരത്തുറന്താർ മയങ്കി വലൈപ്പെട്ടാർ മറ്റേവർ. കുറൽ 349. പറ്ററ്റ കണ്ണേ പിറപ്പറുക്കും മറ്റ് നിലയാമെ കാണപ്പെടും. നേരത്തെ പറഞ്ഞ 347 അതേ ചുവട് പിടിച്ചിട്ടാണ്. പറ്ററ്റ കണ്ണേ പിറപ്പറക്കും മറ്റ് നിലയാമെ കാണപ്പെടും. പറ്റ് ഒരുവന്റെ ആസക്തി തന്നെയാണ്. അറ്റ കണ്ണേ ഇല്ലാതാകുമ്പോഴേ അവന്റെ പിറപ്പ്, ജന്മം, അറും ഇല്ലാതാകുന്നു. പുനർജന്മത്തിൽ നിന്ന് അവൻ മുക്തനാകുന്നു. മറ്റ് അല്ലെന്ന് വരികിൽ നിലയാമെ വീണ്ടും പിറന്ന് മരിക്കുക എന്ന സ്ഥിതിയില്ലായ്മ കാണപ്പെടും, ഉണ്ടായിക്കൊണ്ടിരിക്കും. താങ്ക് യു സർ. കുറൽ 349. പറ്ററ്റ കണ്ണേ പിറപ്പറുക്കും മറ്റു നിലയാമൈ കാണപ്പെടും. പറ്ററ്റ പോതെ പിറപ്പറും അല്ലെങ്കിൽ ചുറ്റലാമസ്ഥിരത്വത്തിൽ. പറ്ററ്റ പോതെ പിറപ്പറും അല്ലെങ്കിൽ ചുറ്റലാമസ്ഥിരത്വത്തിൽ. ബന്ധനങ്ങൾ വേർപെടുമ്പോൾ ജന്മനായുള്ള ബന്ധനവും വേർപെടും. കൂടാതെ ലോകത്തിന്റെ നശ്വരതയും ആ സമയത്ത് ദൃശ്യമാകും. ആഗ്രഹങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ ജനനബന്ധം മുറിയുകയുള്ളൂ. നിങ്ങൾ വിട്ടുകളഞ്ഞില്ലെങ്കിൽ ജനനം വീണ്ടും തുടരും. അതായത് ആസക്തികളെ ഉപേക്ഷിച്ചാൽ ജന്മത്തിലുണ്ടാകുന്ന ആ സുഖദുഃഖങ്ങൾ മാറി മാറി വന്നു പോകുന്ന അനിത്യത പ്രത്യക്ഷപ്പെടുന്നു. വേർപെട്ട കണ്ണ് ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നു. നശ്വരത ദൃശ്യമാകുന്നു. സ്വന്തമായി ദർശനങ്ങൾ കാണുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ വള്ളുവരുടെ ഈ വാക്യം എത്ര ഗഹനമാണെന്ന് ഒരാൾക്ക് മനസ്സിലാകൂ. ആസക്തികൾ ഉപേക്ഷിച്ച ജന്മരാഹിത്യത്തിന്റെ അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. ആഗ്രഹം ഉപേക്ഷിക്കപ്പെട്ട നിമിഷം മറ്റു ജന്മങ്ങൾ ഛേദിക്കപ്പെടും. അത് ചെയ്തില്ലെങ്കിൽ അസ്ഥിരത ദൃശ്യമാകും. ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഒരു കേന്ദ്ര കഥാപാത്രമായ ഭീഷ്മർ തന്റെ അസാധാരണമായ ത്യാഗത്തിന് പേര് കേട്ടതാണ്.
ഭീഷ്മശപഥം എന്ന വാക്ക് കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല. അദ്ദേഹത്തിന്റെ പ്രധാന ത്യാഗത്തിൽ സിംഹാസനാവകാശം ഉപേക്ഷിക്കുകയും തന്റെ പിതാവായ ശന്തനു മഹാരാജാവിന് താൻ സ്നേഹിച്ച സത്യവതിയെ വിവാഹം കഴിക്കാൻ കഴിയുമെന്ന് ഉറപ്പിക്കുവാൻ ആജീവനാന്ത ബ്രഹ്മചാരിയായിരിക്കുമെന്ന് ശപഥം ചെയ്യുന്നു. ഭീഷ്മരുടെ ത്യാഗം മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കടമ, ത്യാഗം, വിശ്വസ്തത എന്നിവയുടെ പ്രമേയങ്ങളുടെ ഏറ്റവും അഗാധമായ ഉദാഹരണമായി നിലകൊള്ളുന്നു. ഭീഷ്മരുടെ ത്യാഗം മഹാഭാരതത്തിലെ പല സംഭവങ്ങളെയും സ്വാധീനിച്ചു. തന്റെ മരണസമയം തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ അദ്ദേഹത്തെ ഒരു ശക്തനായ യോദ്ധാവായി മാറ്റുകയും ചെയ്തു. അതിരുകളില്ലാത്ത ത്യാഗത്തിന്റെയും സമാനതകളില്ലാത്ത സഹനത്തിന്റെയും ഉദാത്തമായ സ്നേഹത്തിന്റെയും വലിയ സന്ദേശം ഈ മാനവരാശിക്ക് സമ്മാനിച്ച ജീസസ് ക്രൈസ്റ്റ് എല്ലാവരുടെയും വീണ്ടെടുപ്പിനായി കുരിശുമരണത്തോളം തന്നെത്താൻ താഴ്ത്തിയ യേശുദേവന്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയങ്ങൾ ഓർമ്മിക്കപ്പെടട്ടെ. ഈ ഒരു അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ദിന ആശംസകളും ഞാൻ നേരുന്നു. പറ്റുപോതെ പറ്ററ്റ പോതെ പിറപ്പറും അല്ലെങ്കിൽ ചുറ്റലാം അസ്ഥിരത്വത്തിൽ. താങ്ക് യു. പറ്ററ്റ കണ്ണേ പിറപ്പർക്കും മറ്റും നിലയാമേ കാണപ്പെടും. If wishes are given up, the sorrow of birth ends. Otherwise, inconsistency, sorrow of rebirth happens. In different religious traditions, it explains, as in Christianity, for what shall it profit a man if she shall gain the whole world and loses his own soul? And similarly, in Islam, it explains, indeed, with hardship comes ease. In Bhagavad Gita, it says, a person can rise through the efforts of their own mind. They can also disgrade themselves. The mind is a friend of those who control it and the enemy of those who don't. And in Buddhism, it says the holding on to the anger is likely grasping a hot coal with instead of throwing it at someone else, and you are the one who gets burned. And in Taoism also it explains the journey of the 1,000 miles begins with a single step. So what is this step? So that's very important. Kural 349, പറ്ററ്റ കണ്ണേ പിറപ്പറക്കും മറ്റും നിലയാമേ കാണപ്പെടും. Kural 350. തിരുക്കുറളിലെ ഈ അധ്യായത്തില് ഏറ്റവും സിമ്പിളായിട്ടുള്ളതും വളരെ അർത്ഥമുള്ളതുമായ ഒരു കുറളാണ് ഈ 350. ഒരു വാക്കുകൊണ്ട് തന്നെ പല അർത്ഥങ്ങളും പല സ്ഥലങ്ങളും നമുക്ക് കൊണ്ടു ചെല്ലുന്ന ഒരു ഇതായിട്ടുണ്ട്. അത് കവി രമേശ് നായരൻ അത് തർജ്ജമ ചെയ്യുമ്പോൾ അവസാനത്തെ ഒറ്റൊരു വാക്ക് മാത്രമേ അദ്ദേഹം മാറ്റുള്ളൂ. അത് സാറേ മാറിയില്ല. Yes, yes, sir. Good. പറ്റുക പറ്റാൻ പറ്റിനെ അപ്പറ്റി പറ്റുക പറ്റുവിടർക്ക്. എത്ര പ്രാസത്തിൽ അത് വന്നിരിക്കുന്നു നോക്കിയേ. പറ്റുക പറ്റാൻ പറ്റിനെ അപ്പറ്റി പറ്റുക പറ്റുവിടർക്ക്. അതില് ആദ്യമായിട്ട് ആ വരിയിലെ രണ്ടാമത്തെ വാക്കെടുക്കുക. പറ്റാൻ എല്ലാ വസ്തുക്കളിലും ബന്ധപ്പെട്ട് നിൽക്കുന്നതായി തോന്നുമ്പോൾ പോലും യാതൊന്നിനോടും ബന്ധം ഇല്ലാതെ കഴിയുന്നവന്റെ, അത് ഒറ്റ ഒരാളേ ഉള്ളൂ, സർവേശ്വരൻ. എല്ലാ വസ്തുക്കളിലും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നിനോടും ബന്ധമില്ല. അതാണ് പറ്റാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സർവേശ്വരന്റെ എന്നാണ് അത് പുരുഷന്റെ. പറ്റിനെ ബന്ധത്തെ, അതേപോലത്തെ ഒരു ബന്ധമാണ് നമുക്കും വേണ്ടതെന്ന് പറയുന്നത്. ആ ബന്ധത്തെ അല്ലെങ്കിൽ ആ സർവേശ്വരന്റെ പാദങ്ങളെ നമ്മൾ അഭയം പ്രാപിക്കുക, പറ്റുക, സമാശ്രയിക്കുക. എങ്കിൽ പറ്റ് ആസക്തികൾ വിടർക്ക് വിട്ടൊഴിയുന്നതിന് അനാസക്തനായ അവന്റെ
ആ ബന്ധത്തെ പറ്റുക സ്വീകരിക്കുക. സർവ വസ്തുക്കളിലും പറ്റി നിൽക്കുന്നവനും അതേസമയം ഒന്നിനോടും പറ്റില്ലാത്തവനുമായ ഈശ്വരന്റെ പറ്റിനെ, ബന്ധത്തെ പറ്റുക, അവലംബിക്കുക. ആ പറ്റിനെ, ഉപായത്തെ മനഃപൂർവ്വമായി സമാശ്രയിക്കുന്ന പക്ഷം മറ്റുള്ള പറ്റുകൾ, ഐഹികമായ വസ്തുക്കളിന്മേലുള്ള ആസക്തിയും സുഖഭോഗ തൃഷ്ണകളും ദുരിത ഹേതുക്കളായ മറ്റ് പ്രലോഭനങ്ങളും എല്ലാം പറ്റാതിരിക്കുവാൻ, വിട്ടൊഴിയുവാൻ ഇടയാകും. വളരെ പ്രസക്തമായ ഒരു ഇതാണ്. പറ്റുക പറ്ററ്റാൻ പറ്റിനെ, അപ്പറ്റി പറ്റുക പറ്റുവിടർ. കുറൽ 350. പറ്റുക പറ്ററ്റാൻ പറ്റിனை അപ്പറ്റை പറ്റുക പറ്റു വിടർക്കു. പറ്റുക പറ്ററ്റോൺ പറ്റിനെ അപ്പറ്റു പറ്റുക പറ്റൊഴിഞ്ഞിടാൻ. എന്താണ് അതിന്റെ അർത്ഥം? എല്ലാ ആഗ്രഹങ്ങൾക്കും മീതയായ ദൈവത്തെ വാഞ്ചിക്കുക, അല്ലെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ദാഹിക്കുക. ആഗ്രഹങ്ങൾ ത്യജിക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നേടുക. മനുഷ്യൻ ചിലപ്പോഴൊക്കെ പറയും, എനിക്ക് വേണമെങ്കിൽ അതെല്ലാം ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കും. ഇപ്പോ നോമ്പ് കാലം, കടുത്ത മദ്യപരായ ചില ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നതിന് വേണ്ടി വളരെ കൃത്യമായി നോമ്പ് നോറ്റേക്കാം. ക്രിസ്ത്യാനികളുടെ നോമ്പ് കാലം വരാൻ പോകുന്നു, 50 നോമ്പ്, വലിയ നോമ്പ്. പല ആളുകളും ഈ 50 ദിവസത്തേക്ക് മാംസം വർജിക്കും, അല്ലെങ്കിൽ മത്സ്യം വർജിക്കും, മദ്യം വർജിക്കും. എന്നിട്ടോ 51-ാമത്തെ ദിവസം ഇതിന്റെ എല്ലാം പലിശ സഹിതം അടിക്കും. എന്തെങ്കിലും ഫലമുണ്ടോ? അഥവാ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ബന്ധമില്ലാത്ത ദൈവത്തിൽ മാത്രമായി ബന്ധമാവണം ദൈവബന്ധമിയെന്നാലേ മറ്റു ബന്ധമൊഴിഞ്ഞിടൂ എന്നാണ് കവി പറയുന്നത്. ഉപസംഹാരം. ഞാൻ, എന്റേത് എന്നീ മായകളെ വേർപെടുത്തുന്നവൻ സ്വർഗത്തേക്കാൾ മികച്ച ഒരു സ്ഥലത്ത് എത്തിച്ചേരും. ഇപ്പൊ സ്വർഗമാണല്ലോ ഏറ്റവും മികച്ച സ്ഥലം എന്ന് പറയുന്നത്. വളരെ ആലങ്കാരികമായി പറയുകയാണ്. അതിനേക്കാളും മികച്ച സ്ഥലത്ത് എത്തിച്ചേരുവാൻ ഈ പറയുന്ന ഒരു വേർപാട് ആവശ്യമാണ്. അഹങ്കാരപരമായ ഞാൻ, ഭൗതികമായ എന്റേത് എന്നിവ ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ ദുഃഖങ്ങൾ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറുന്നവരെ സമീപിക്കില്ല. ബുദ്ധ മതത്തിലും മറ്റും വളരെ കൃത്യമായി പറയും, ആഗ്രഹങ്ങളെ നിഗമിക്കുക. ഇപ്പൊ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഖുറൽ 35-ാമത്തെ അധ്യായം, അത് ഒരുപക്ഷെ സന്യാസം സ്വീകരിക്കുന്ന ആളുകളെ മുൻനിർത്തിയാണ് പറയുന്നതെങ്കിലും ഇതെല്ലാ മനുഷ്യർക്കും അനുകരിക്കുന്നത് നല്ലതാണ്. പറ്റുന്നിടത്തോളം എല്ലാവരും ഇത് സ്വീകരിക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നമുക്ക് പിന്മാറാൻ സാധിക്കും. എന്നാൽ ഒരുപക്ഷെ ഈ സന്യാസം സ്വീകരിക്കുന്ന ആളുകൾ പോലും ഇന്ന് പലതിൽ നിന്നും പിന്മാറുന്നില്ല. ഏറ്റവും മുന്തിയ കാറിൽ, ഏറ്റവും മുന്തിയ സുഖ സൗകര്യങ്ങളിൽ ഒക്കെയാണ് പലരും ജീവിക്കുന്നത്. അതിന് യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഇവിടെ തിരുക്കുറളിന്റെ ആചാര്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. പൂർണ്ണമായും ത്യജിക്കുന്നവർ മുന്നോട്ട് കുതിക്കുന്നു. മറ്റു ചിലർ വശീകരിക്കപ്പെടുകയും ഒരു വലയിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ആശാപാശം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ?
എല്ലാ ബന്ധനങ്ങളും വിച്ഛേദിക്കപ്പെടുമ്പോൾ മാത്രമേ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ചക്രം ഉരുളുകയുള്ളൂ, തകരുകയുള്ളൂ. അതിൽ കുറഞ്ഞതെന്തും ക്ഷണികമാണ്. ഇതെല്ലാം മായയാണ്. എല്ലാം മറഞ്ഞു പോകും, എല്ലാം തീർന്നു പോകും. ഒന്നുമില്ലാതെ ബന്ധനമില്ലാത്ത ദൈവത്തോട് അടുക്കുക. ആ ബന്ധം ഉപയോഗപ്പെടുത്തി മറ്റെല്ലാ ബന്ധനങ്ങളെയും ഉപേക്ഷിക്കുവാൻ സാധിക്കണം. എത്രയോ മഹത്തരമായ കാര്യമാണ് ഈ കുറല് നമ്മെ പഠിപ്പിക്കുക. നമുക്കെല്ലാം കിട്ടിയാലും പോരാ. അങ്ങനെയാണല്ലോ നമ്മളെ കവിതയിൽ കേട്ടിട്ടുള്ളത്. 10 കിട്ടുമ്പോൾ 100 വേണമെന്നും 100 കിട്ടുമ്പോൾ 1000 വേണമെന്നും ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് സന്തോഷമുണ്ടോ? ഇതെല്ലാം കിട്ടിയാലും വെട്ടിപ്പിടിച്ചാലും സന്തോഷമില്ല, ആനന്ദിക്കാൻ പറ്റുകയില്ല. ഒരു പ്ലഷർ ചിലപ്പോൾ ഉണ്ടായേക്കാം. കേവലമായ നൈമിഷിക സുഖങ്ങളല്ല. യഥാർത്ഥ ആനന്ദം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉപേക്ഷിക്കൽ നടത്തണം. ക്രൈസ്തവ വേദശാസ്ത്രം, ക്രൈസ്തവ തത്വശാസ്ത്രം, ക്രൈസ്തവ ധനശാസ്ത്രം ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന വളരെ മഹത്തായ ഒരു കാര്യമുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വലുതാകാൻ ചെറുതാകണം. നമുക്കതിന്റെ ആശയം എത്രമാത്രം ഹിതകരമായി തീരുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. വലുതാകാൻ ചെറുതാകണം. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനാകണം. അങ്ങനെയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് ദൈവത്തിന്റെ പുത്രൻ പാദങ്ങൾ കഴുകി ഒരു വലിയ മനോഭാവം കാണിച്ചു. എളിമയുടെ മനോഭാവം, വിട്ടൊഴിയുന്ന മനോഭാവം. നിങ്ങളെ ആരെങ്കിലും ഒരു വിരുന്നിന് ക്ഷണിച്ചാൽ 1ാമത്തെ നിലയിൽ കയറി ഇരിക്കരുത്, പിന്നോട്ട് മാറൂ. നിന്നെ വിളിച്ചു മുന്നിൽ കൊണ്ടുവരും. ഇതാണ് ആ തത്വശാസ്ത്രം. എന്നെ പ്രതി, ഈ സന്യാസത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടി വായിക്കപ്പെടുന്ന ബൈബിളിലെ ഒരു ഭാഗമാണിത്. എന്നെ പ്രതി അപ്പനെയോ അമ്മയെയോ ആടുമാടുകളെയോ ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിച്ചാൽ അവൻ സകലതും നേടുന്നു എന്നാണ് ആ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുക. ഒരുപക്ഷെ ഭൗതിക ലോകത്ത് അങ്ങനെ ആ ശാസ്ത്രം പറഞ്ഞാൽ എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ സത്യമാണ്. 2ാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയും, അദ്ദേഹത്തിന്റെ സമാധാന പ്രാർത്ഥനയുണ്ട്. സമാധാനം വേണ്ടവർ അവരോട് പറയുകയാണ്, മരിക്കുമ്പോഴാണ് നാം ജനിക്കുന്നത്. ഇപ്പൊ മരണം എല്ലാവരും പേടിക്കുന്ന ഒന്നാണ്. അവസാനം വരെ എങ്ങനെയെങ്കിലും ആദ്യം ICUവിലായി, പിന്നീട് അതിന്റെ അങ്ങപ്പുറത്തേക്ക് പോയി, പിന്നെ എക്മോ പിടിപ്പിച്ചു എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അവസാനം ഇതെല്ലാം വിട്ടുപോകും. ഇതാണ് മനുഷ്യൻ. അവസാനം വരെ എങ്ങനെയെങ്കിലും കോടിയോ ലക്ഷമോ ഒക്കെ മുടക്കിയിട്ട് 5 ദിവസം 10 ദിവസം അല്ല 1-2 കൊല്ലം ഒക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ ആ ഒരു വെപ്രാളവും തത്രപ്പാടും. കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടിയായി ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയും കൊടുത്താൽ എന്ത് കഥ, കുറയുമല്ലേ ചെയ്യുന്നത്. ഈ എക്കണോമിക്സ്, ഈ ത്യജിക്കലിന്റെ മനോഭാവം ഉള്ളിൽ സ്വീകരിച്ച് അത് നടപ്പാക്കുമ്പോഴാണ്. ഇതൊരു തത്വമായിട്ട് പറഞ്ഞാൽ അനുഭവിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ നമുക്ക് പഞ്ചസാര രുചിക്കുക തന്നെ വേണം, അപ്പോഴേ അതിന്റെ മധുരം അറിയാൻ പറ്റുകയും. ഇങ്ങനെ അത് അനുഭവിച്ച് തന്നെ അറിയണം. ഇത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നറിഞ്ഞുകൂടാ. പക്ഷെ മനുഷ്യൻ ജനിച്ചപ്പോൾ മുതൽ ശീലിക്കുന്നത് ഇതെല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ്. നമ്മളൊക്കെ പിള്ളേരെ പരിശീലിപ്പിക്കുന്നത് അത് തന്നെയാണ്. നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക, നീ എങ്കിലും വലിയ ആളാകാൻ നോക്കുക. രക്ഷപ്പെടാൻ നോക്കുക എന്ന് പറഞ്ഞാൽ കാശുള്ളവനാകുക എന്നുള്ളതാണ്. ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഞാൻ വിസ്താര ഭയത്താലും സമയം ദീർഘമായി പോകുന്നത് കൊണ്ടും
ഞാൻ അവിടേക്ക് പോകുന്നില്ല. സകലതും ഉപേക്ഷിക്കുന്നവൻ അത് നേടുക തന്നെ ചെയ്യും. അവൻ ആനന്ദതുന്തിലമായി ഈ ലോകത്ത് ജീവിക്കും. ഇന്നത്തെ ധന്യമായ ഈ സായാഹ്നത്തിൽ വളരെ മഹത്തരമായ ഒരു ചിന്തയാണ് നമ്മുടെ മുമ്പിലേക്ക് തിരുക്കുറളിലൂടെ ലഭിച്ചത്. നമുക്കൊന്ന് പരിശ്രമിക്കാം. ആ പരിശ്രമത്തിൽ വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് വലിയ ആനന്ദം കിട്ടും. ഇത് വിട്ടുകൊടുക്കാത്തവന് സന്യാസം സ്വീകരിച്ചാൽ അവന്റെ മാംസം പോലും, അവന്റെ ഈ ശരീരം പോലും അവനൊരു ഭാരമായി, ഇല്ലെങ്കിൽ ഈ ശരീരം പോലും അവന് സുഖകരമായി തീരും. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സെഷനിൽ നമ്മളെ പഠിപ്പിച്ച നയനാർ സാറിനും ഈ ഇതിന്റെ ട്രാൻസ്ലേഷൻ നടത്തിയ എല്ലാവർക്കും, ഷമാവിനും ശിലമാവനും നമ്മുടെ സാബു സാറിനും തുടങ്ങി എല്ലാവർക്കും എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. എനിക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയാതെ നമുക്കൊക്കെ അത് ജീവിക്കാൻ പ്രേരണയായി തീരുകയാണ്. അങ്ങനെ ഓരോ ആഴ്ചയിലും മഹത്തരമായ ഓരോ കാര്യങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്യാൻ ലഭിച്ച അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. So this is the last Qural 350. It explains believe in God. All religion explains like that. Long for God who is above all longings and get God's blessing to renounce wishes. So in Christianity it says seek first the kingdom of God and all else shall fall away. And in Hinduism, desire binds the soul, surrender frees it. And in Islam, trust in Allah, for the heart that submits knows no longings. And in Buddhism, let go for craving, and suffering dissolves like mist in the morning sun. And in Jainism, it says renounce attachment, and peace will walk beside you. And in Sikhism, lose yourself in the divine name, and all worldly desires fade. And finally, in Taoism, it says the flow with the Tao, and the need for wanting disappears. Qural 350 പറ്റുക പറ്ററ്റാൻ പറ്റിനെ അപ്പറ്റെ പറ്റുക പറ്റുവിടർക്ക്. So thank you everybody. Thank you, sir. Yes. പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. മോഹൻദാസ് സാർ, ഷില മാം, ഷമാം, അതുപോലെ തന്നെ ശ്രീകുമാരി മാം, ജോഷി സാർ, അങ്ങനെ 35-ാമത്തെ അധ്യായവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അതിനെക്കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ജോസി സാറിനോട് ചോദിക്കാം. ജോസി സാർ. വളരെ നന്നായിരുന്നു സാറേ. അത് വളരെ ഇഷ്ടപ്പെട്ടത് മറ്റേ പിന്നെ ഖുറാനും ബൈബിളും എല്ലാം ചേർത്ത് വെച്ചിട്ട് പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ പുതിയ വീക്ഷണം, അതിന്റെ ഒരു ലിങ്കേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പൊ ഒന്നും ഇതിൽ പറയാൻ തക്ക വിധം അത്ര കോറിലേറ്റ് ചെയ്ത് അത്തരത്തിലേക്ക് വന്നിട്ടില്ല. ഇനി കുറച്ചുകൂടിയൊക്കെ പഠിച്ചിട്ടൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. എന്തായാലും നല്ല അറ്റൻഡ് ആണ്, കൊള്ളാം. ഷീലാമാനൊക്കെ ഇത് ഇത്ര നന്നായിട്ട് തിരുത്തുള്ളതൊക്കെ പറയുക. ശ്രമിച്ചാൽ എന്താ നടക്കും അല്ലേ? പരിശ്രമിച്ചീടുകൾ എന്തിനേയും കൈവശമാക്കാൻ കരുത്തുള്ളതാം വിധം ദീർഘങ്ങളാൻ കരങ്ങൾ നൽകി ഈശ്വരൻ. എന്തായാലും വളരെ നന്നായിരുന്നു കേട്ടോ. ഞങ്ങള് മോഹൻദാസ് സാറിനെ അങ്ങ് മാക്സിമം ബൂസ്റ്റ് ചെയ്യുക. നടക്കട്ടെ, വളരുക, വളർത്തുക. അതെ അതെ അതെ. അനിൽകുമാർ സാർ, നാസിം മാം, സ്നേഹലത മാം, പറയൂ. താങ്ക് യു സർ. ഇത് എവിടെ നോക്കിട്ടാ വായിക്കണമെന്നൊന്നും എനിക്കറിയണില്ല.
നിങ്ങൾ വായിക്കുന്നു, അടിപൊളിയായിട്ട് വ്യാഖ്യാനിക്കുന്നു. എവിടെ നോക്കിയിട്ട് സാറാ വായിക്കുന്നത്? അത് കൊള്ളാം. അതെല്ലാം സ്ക്രീനിൽ കാണില്ലേ ഇപ്പോ? പണിരണ്ട് മാഡം ചോദിക്കുന്നത് കൂടി എവിടെന്നാണ് കേൾക്കുന്നു. അതിന്റെ പിന്നെ എക്സ്പ്ലനേഷൻ എങ്ങനെയാ സ്ക്രീനിലല്ല. എടുക്കുന്നത്? അതെ, സ്ക്രീനിൽ അത് മാത്രമേ കാണുന്നുള്ളൂ. എക്സ്പ്ലേഷൻ മുൻപേ എടുക്കുന്നുണ്ടാ? അത് പഠിച്ചിട്ടല്ലേ എടുക്കണത് എല്ലാം കൂടി. അത് പിന്നെ ഓർമ്മയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഒക്കെ ഇങ്ങനെ എടുക്കുക. എന്തായാലും വളരെ കളക്ട് ചെയ്യും. മനസ്സിലായി. ഈ സമകാലീന സംഭവങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലായി. അപ്പൊ അത് പ്രീ പ്ലാൻ ആണ്. അപ്പൊ മുതല് ഓരോരുത്തരും ഓരോ വേർഷനിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും തനിമ അവതരണത്തിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഭാഷാ സൗന്ദര്യവും അവതരണ രീതിയും അതൊരു ഹോളിസ്റ്റിക് വേയില് സ്പിരിച്വാലിറ്റി കണക്ട് ഖുർആനാണെന്ന് തോന്നും, ബൈബിളാണെന്ന് തോന്നും, ഭഗവത്ഗീത ആണെന്ന് തോന്നും ഓരോന്ന് കേൾക്കുമ്പോഴും. അപ്പൊ അന്നത്തെ ഒരു സ്പിരിച്വൽ ഗ്രന്ഥാണെന്നുള്ളതില് യാതൊരു തർക്കവുമില്ല. കാരണം ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ നിന്നുള്ള ഒരു വിടുതലല്ലേ സത്യത്തില്. എനിക്ക് തോന്നിയത് ഓരോന്ന് വായിക്കുമ്പോഴും തോന്നിയതാണ്. ഓരോന്നിൽ നിന്നുള്ള ഒരു വിടുതല്, ഒരു ഡിറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് ആവുമ്പോ ഈ അട്ട പിടിക്കണ പോലെ പിടിക്കും. അപ്പൊ ഡിറ്റാച്ച്മെന്റ് ആവുമ്പോ ഒരു അറേഞ്ച് ചെയ്യും പേര് പോലെ തന്നെ. അപ്പൊ ത്യജിക്കാന്നുള്ളത് ഉള്ളിൽ നിന്നുള്ളൊരു മനോഭാവമാണ്. ആർത്തി ഗ്രാബിംഗ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് സമർപ്പണം, സറണ്ടർ ടു ഗോഡ് എന്നുള്ളൊരു തലത്തിലേക്ക് പോകും. അതിനെ പല പല കുറികളായി ജീവിതം, സന്യാസം, അതുപോലെ ഗാർഹികം, അങ്ങനെ ഓരോ തലങ്ങളും ഘട്ടം ഘട്ടമായിട്ടൊരു ശാസ്ത്രീയ ഗ്രന്ഥം കൂടിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഇതവിടെ വെച്ചു ഞാൻ അവിടെ ചെല്ലുമ്പോൾ. ഓക്കെ, ഇനി ആരോട്? അനിൽകുമാർ സാർ കേൾക്കുന്നുണ്ടോ? മാത്യു സാർ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒത്തിരി സമയമായി. ഇന്ന് നമ്മൾ ഭയങ്കര എക്സ്പ്ലെയിൻഡ് ആയിട്ട് അങ്ങ് പോയി തകർത്ത്. എന്താ പറയാ, മോഹൻദാസ് സാർ പറയൂ, അടുത്ത ആഴ്ച എന്താണ്? ഭയങ്കര ആവേശമായിരിക്കുമോ? കേൾക്കുന്നില്ല, മ്യൂട്ട് ഇനി ചെയ്ത്. സാറ് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ഇംഗ്ലീഷ് സാറ് തകർക്കൂന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ശരിക്കും തകർത്തു. വല്ലപ്പോഴും അല്ലേ ഒരു അവസരം കിട്ടുള്ളൂ. അവസരം കിട്ടുമ്പോഴല്ലേ അതെ അതെ, ഒത്തിരി സന്തോഷം. ഒരുപാട് അഭിനന്ദനങ്ങൾ. മോഹൻദാസ് സാറിന്റെ തമിഴ് കേൾക്കുമ്പോഴാണ് അത് തമിഴാണെന്നുള്ള ആ ഒരു കറക്റ്റ് ഇത് കിട്ടുന്നത്. പിന്നെ തമിഴിൽ നിന്ന് കിട്ടുന്നത് സാർ വായിക്കുമ്പോഴാണ്. അത് തമിഴ് എല്ലാവരും വായിക്കണം കേട്ടോ, എനിക്കൊരു അഭിപ്രായം. കാരണം നമ്മൾ തമിഴ് വായിക്കുമ്പോൾ നമുക്ക് അറിയാതെ അതുമായിട്ട് കണക്ഷൻ വരും. ജോഷി സാറ് വായിക്കാറുണ്ട്. ജോഷി സാറ് നന്നായി എല്ലാവരും വായിക്കും. തമിഴ് വായിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കണക്ഷൻ. ആ കണക്ഷൻ നമുക്ക് അതാണല്ലോ ശരിക്കും തിരുക്കുറളായിട്ടുള്ള കണക്ഷൻ. അതിന്റെ മീനിങ്. മോഹൻ സാർ പറയും. അടുത്ത ചാപ്റ്റർ നോ ദ ട്രൂത്ത്, അവയർനെസ്, തത്വജ്ഞാനം, മെയ് ഉണർതൽ. മെയ് എന്ന് പറഞ്ഞ സത്യം, അത് ഉണരുക. മെയ് ഉണർതൽ. ഇനി 3 ചാപ്റ്ററും കൂടെ ഉള്ളൂ ഇതിലേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തലേക്ക് കിടക്കുകയാണ്. ഭാഗം 2 കിടക്കുക. ജോസി സാർ എന്തോ ഒരു പുസ്തകമൊക്കെ ആയിട്ട് വരും, ഞങ്ങൾക്ക് തരാനാണോ? തിരുക്കുറൽ 2 ബുക്കുണ്ടോ? 2 ബുക്ക് കയ്യിലുണ്ടോ? ഇല്ല, 366. 366 എന്ന് പറയുന്നത് എന്താണ്? 333 അല്ലേ? 1330 അല്ലേ? അതിന് 366 എന്താ? ആണോ സാറേ? അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നില്ല. അതെ, ഈ പിന്നെ DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണിത്. 365 ദിവസവും, അതായത് 366 ദിവസം ഓരോ കുറള് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഓരോ ചിന്തകള് ഇങ്ങനെ, മനസ്സിലായോ? തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം.
പിന്നെ നമ്മള് വേറെ നമ്മുടെ ഗ്രൂപ്പിലില്ലേ, തിരുക്കുറൾ കോർ ടീമിലില്ലേ? ഞാനാ ആ ഇല്ല ഇല്ല. ഒന്ന് ആഡ് ചെയ്യൂ, ഉഷമ ആഡ് ചെയ്യൂ. ആഡ് ചെയ്യാം സാർ, ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്ത് പണി കൊടുക്കാം. അത് പണി കൊടുക്കാം തീർച്ചയായിട്ടും. സാറും വരട്ടെ, ഇതങ്ങനെ നന്നായിട്ട് നല്ല റിച്ച് ആവട്ടെ ഈ പ്ലാറ്റ്ഫോം. നസീമാം ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, ആഡ് ചെയ്യാം. അതെ, തിരുക്കുറളിന്റെ ഇത് നമ്മള് പിന്നെ ഗൂഗിളിൽ നോക്കുമ്പോ ഈ പിക്ചറാ കാണുന്നത്, മോഹൻദാസ് സാറ് കാണിക്കുന്ന പിക്ചർ അതെ കാണുന്നത്. അതെ, അതാണ് yes. ശരിക്കുള്ള എക്സ്പ്ലനേഷൻ. പ്രൊഫസർ വി ഹംസാദേവിയുടെയാണ്. ആരുടെ സാറേ? പ്രൊഫസർ വി ഹംസാദേവി, ഹംസാദേവി. ഗവൺമെന്റ് ആർട്സ് കോളേജിലെ പ്രിൻസിപ്പൾ, ഗവൺമെന്റ് വിമൻസ് കോളേജിലെ പ്രിൻസിപ്പൾ ആണെന്ന് തോന്നുന്നു, വി ഹംസാദേവി. ഓ, സുജിൻജത്ത ജനിച്ചത് MA ഹിസ്റ്ററി യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ആയിരുന്നു. ഓക്കെ. ഇംഗ്ലീഷും Okay, sir. തമിഴും ഇംഗ്ലീഷ് മാത്രം. താങ്ക് യു. ഓക്കെ. ശരി സാർ. വളരെ നന്നായിരുന്നു. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ കൊണ്ട് ഒത്തിരി സമ്പന്നമായിരുന്നു. ജോഷി സാറൊക്കെ വളരെ നന്നായിട്ട് അതേക്കുറിച്ച് അതിന്റെ സമ്മറിക്കും. ജോഷി സാർ ജോയിൻ ചെയ്തതൊക്കെ സന്തോഷം. അതൊക്കെ ഒരുപാട് ഒരു സമ്പന്നമായിരുന്നു ഇന്നത്തെ പ്ലാറ്റ്ഫോം. അതെ അതെ. നാസിം മാഡത്തിന്റെ പിന്നെ ഇത് നമ്മളെ കുറിച്ച് വായിച്ചതിനെ കുറിച്ച് പറഞ്ഞത് വളരെ നല്ലതായിരുന്നു. നല്ല നന്ദി. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ അല്ലേ, നാളെ നമുക്ക് ഈസി എക്സാമിന്റെ ഞാൻ മാറുക. ആയിക്കോട്ടെ. ഞങ്ങള് പോവാ. അടുത്ത വെള്ളിയാഴ്ച എത്രാമത്തെ? അടുത്ത ആഴ്ച 36. വെറും 36. കൂടുന്നുണ്ടോ? 336. നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അധികാരം അപ്പൊ അതിന്റെ അകത്ത് ചില സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. 336 നോക്കാം. ഓക്കെ, ശരി. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സീ യു. നാളെ നമുക്ക് ഈസി എക്സാം, അതിന്റെ പിറ്റേ ദിവസം സൺഡേയിൽ നമുക്ക് ONV കുറിപ്പിന്റെ അടുത്ത ബാക്കി പാട്ടുകൾ. പാട്ട് പാടാൻ ഞായറാഴ്ച വരും ONV കുറിപ്പിന്റെ സെക്കൻഡ് പാർട്ട്. കഴിഞ്ഞ ഞായറാഴ്ച സാറ് പാടി തകർത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകൾ അതിന്റെ അടുത്ത് ഈ ആഴ്ച നമ്മളിങ്ങനെ പറഞ്ഞു അനൗൺസ് ചെയ്ത് പോയി. ശരിക്കും ഈ ആഴ്ചയായിരുന്നു വേണ്ടത്. എന്തായാലും നമുക്ക് അതിന്റെ അടുത്ത ആഴ്ചയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകൾ. സാരമില്ല സാറേ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അല്ല, ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകൾക്ക് ഭയങ്കര ഒരു ലൈവ്ലിയാണ്, ഭയങ്കര ജീവനാണ്. അത് അല്ലെ, ഏത് പാട്ടാണ് മോശം? അടിപൊളി പാട്ട്. പിന്നെയും ആരോഗ്യനാവിന്റെ പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്ന് കൈവിട്ടു, ഇപ്പൊ തന്നെ കൈവിട്ടു തുടങ്ങി. പിന്നെയും ആരോഗ്യലാവത്ത് പൊന്മേടൂതും പുതുമന്ത്രണം. ഇപ്പൊ തന്നെ കൈവിട്ടു. ഇങ്ങനെയാണെങ്കിൽ സൺഡേ എന്തായിരിക്കും? ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പാട്ടുകാരനാണ് ജോഷി സാറ്. ജോഷി സാറൊക്കെ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു 15ാമത്തെ എപ്പിസോഡിന്റെ ഒക്കെ എടുത്ത് നോക്കണം. ജോഷി സാറിനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ജോഷി സാർ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നറിയോ? പിന്നെ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് സാബു സാർ ഏറ്റവും ബെസ്റ്റ് 3 പാട്ടൊക്കെ പാടിയാലോ സാർ. അല്ല, ജോസി സാറിന്റെ വീട് എവിടാ? അല്ല, നമ്മുടെ ഗ്രൂപ്പിലാ, ഇതെല്ലാം കുട്ടനാടാ. അല്ലേ, അത് അവതരിപ്പിക്കുന്ന സാറിന്റെ പാട്ടും നല്ലതാ. സാബു സാർ അയ്യോ, ഷാബു സാറ് അസാമാന്യമായ താല്പര്യം അതിന്റെ അകത്ത്. അല്ല, പിന്നെ ഹിസ്റ്ററിയൊക്കെ പറയും. പിന്നെ സാറ് പ്രിയതമയ്ക്ക് പാടിക്കൊടുക്കുന്ന പാട്ടുകളിലൊട്ട് മിക്കവാറും ഞങ്ങളോടും